ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ത്രി നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ് മാതൃസ്വരൂപിണിയായ ശ്രീ പരാശക്തിയുടെ ആ വാത്സല്യങ്ങൾ നമ്മളുടെ ഓരോ ജീവിതത്തിലും ആ അനുഗ്രഹം, അമ്മയുടെ സ്നേഹം എന്താണ് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നാം ചെറുപ്രായം മുതൽ അനുഭവിച്ചറിയുന്ന ഒരനുഭവമാണ് എങ്കിൽ ലളിതാ സഹസ്രനാമത്തിന്റെ പഠന സബര്യ എന്നുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് അമൃതിന്റെ പ്രവാഹത്തെ നൽകുന്ന ഒരു സബര്യയായിട്ടാണ് നമ്മൾ ഇതുവരെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നമ്മളുടെ ആചാര്യനായിട്ടുള്ള ശ്രീനിവാസൻ പന്തലിങ്കലിന്റെ ആ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള സമർപ്പണ ഭാവത്തോടു കൂടിയുള്ള ആ ഒരു സബര്യയാണ് ലളിത സഹസ്രനാമ പഠന ക്ലാസ്സിനെ ഇത്രത്തോളം മനോഹരമാക്കി തീർക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിന് നമ്മളുടെ പ്രിയ സുഹൃത്ത് ആചാര്യൻ ശ്രീനിവാസൻ പന്തലിങ്കലിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം മഹാദേവേ നമ. ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അങ്ങനെ ഇന്ന് മാർച്ച് മാസം 1-ാം തീയതിയാണ്, സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ മാസത്തെ ആദ്യത്തെ ദിവസം. നമ്മള് അമ്മയുടെ നാമങ്ങള് ഇങ്ങനെ കുറെ കാലമായിട്ട് 40-ലേക്കാളും ഏറെ ക്ലാസ്സുകളായി 123 നാമങ്ങള്, ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 123 ശ്ലോകങ്ങളും 614 നാമങ്ങളും നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് 124-ാമത്തെ ശ്ലോകമാണ്. പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങാം. ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ. ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ. 615 മുതൽ 621 വരെയുള്ള 7 നാമങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ നാമങ്ങളായിട്ട് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ആദിശക്തി രമേയാത്മാ എന്ന് ഒരുമിച്ച് വായിക്കും, പക്ഷേ അത് 3 നാമങ്ങളാണ്. ആദിശക്തിയാണ് ദേവി. പ്രപഞ്ച സ്വരൂപിണിയാണെന്ന് നമ്മൾ കണ്ടു. ജഗദംബയാണ് ദേവി. സർവപ്രപഞ്ചങ്ങൾക്കും കാരണകാരിണിയാണ് ദേവി, അല്ലെ? അതുകൊണ്ട് ദേവി ആദിശക്തിയാണ്, ആദിപരാശക്തിയാണ്, അല്ലെ? എല്ലാറ്റിനും മുകളിലുള്ള, എല്ലാറ്റിനും മുന്നേയുള്ള ശക്തി തന്നെയാണ് ദേവി. സർവപ്രപഞ്ചങ്ങൾക്കും നാഥയാണ് ദേവി. അതുകൊണ്ട് ദേവി ആദിശക്തിയാണ്. ഇനി എല്ലാ ചരാചരങ്ങൾക്കും ആസ്ഥാനം ആരാണ്? ദേവി തന്നെയാണ്. വേറെ ഒരു ആലംബവുമില്ല. ഈ ബ്രഹ്മാണ്ടത്തിന് മറ്റൊരു അവലംബവുമില്ല, ആലംബവുമില്ല. അതുകൊണ്ട് എല്ലാം കാത്ത് സൂക്ഷിക്കുന്ന, എല്ലാറ്റിനും ജനനിയായിട്ടുള്ള ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ആദിശക്തി എന്ന് പറയുന്നു. ശരിക്കും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം, അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ എല്ലാ കർത്തവ്യങ്ങൾക്കും കാരണം, ആദ്യം ഒരു ഇച്ഛാശക്തി വേണം.
അത് കഴിഞ്ഞാൽ ക്രിയാശക്തി വേണം. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ജ്ഞാനശക്തി വേണം. അപ്പോ ഈ ഇച്ഛാശക്തിയായിട്ടും ജ്ഞാനശക്തിയായിട്ടും ക്രിയാശക്തിയായിട്ടും ഒക്കെ ഭവിച്ചത് സാക്ഷാൽ ജഗദംബ തന്നെയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ കാരണകാരിണിയാണ്, താരണതാരിണിയാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിൽ ലീനമായതെല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ആദിശക്തി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റും. ആദിശക്തി. ഇനിയോ 616 നാമം അമേയ. ആദിശക്തി രമേയ ആത്മാ. ഇങ്ങനെ 3 നാമങ്ങളാണ്. ആദിശക്തി ഹി അമേയ ആത്മാ. 3 നാമങ്ങളാണ്. ആദിശക്തി രമേയാത്മാ എന്ന് നമ്മൾ വായിക്കുമ്പോൾ 3 നാമങ്ങളാണ് അതിനകത്ത്. രണ്ടാമത്തെ നാമമാണ് അമേയ. മേയം ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ദേവിയെ അളക്കാൻ സാധിക്കില്ല, ദേവിയെ ഉപമിക്കാൻ സാധിക്കില്ല, മാനങ്ങൾക്കൊന്നും ദേവി വഴങ്ങില്ല, അതിനൊക്കെ അതീതയാണ് ദേവി. അപ്പൊ മേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ സാധിക്കപ്പെടുന്നത്, അളക്കപ്പെടുന്നത് എന്നൊക്കെയാണ് മേയം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോ അമേയം എന്ന് പറഞ്ഞാലോ അളന്നറിയാൻ സാധിക്കാത്ത വസ്തുവാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പരബ്രഹ്മമാണ്, അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമാണ് ദേവി. അതുകൊണ്ട് ദേവി അമേയയാണ്, അളക്കാൻ പറ്റില്ല ദേവിയെ. അപ്പോ ദേവി സൃഷ്ടിച്ച ലോകത്തിലെ എന്തെങ്കിലും തോത് നമ്മൾ അളക്കാൻ എന്തൊക്കെയാ ഉപയോഗിക്കുക? മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ നീളം അളക്കാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വ്യാസം അളക്കാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ്, ഭാരം അളക്കാൻ ഉപയോഗിക്കും, അല്ലെ? ഇതൊക്കെയാണ് തോതുകൾ. ഭാരം അളക്കാനുള്ള തോത്, നീളം അളക്കാനുള്ള തോത്, അതുപോലെ തന്നെ സമയം അളക്കാനുള്ള തോത്. ഇതൊക്കെയാണ് നമ്മൾക്ക് ദേവി സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളെ അളക്കാനുള്ള തോതുകൾ. ഈ തോതുകളെ കൊണ്ടൊന്നും ദേവി അളക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്? തോത് അളക്കണമെങ്കിൽ അതിന് രൂപം വേണം, അല്ലെ? അല്ലെങ്കിൽ എന്ത് വേണം? ഗുണം വേണം, അല്ലെങ്കിൽ കാലം വേണം. ഈ മൂന്നാണെങ്കിലും നമുക്ക് സമയത്തിലോ അല്ലെങ്കിൽ രൂപത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഗുണത്തിലോ നമുക്ക് അളക്കാൻ പറ്റും. നല്ല ഗുണമുള്ള വസ്തു കമ്പയർ ചെയ്യാൻ പറ്റും, നല്ല മണമുള്ള വസ്തു. കാരണം നമ്മളുടെ എല്ലാവിധ പ്രജ്ഞകളും അവസാനിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, അതുപോലെ തന്നെ ചെവി, ത്വക്ക്, ഈ ഇത്യാദി പഞ്ചേന്ദ്രിയങ്ങളിലാണ് നമ്മളുടെ എല്ലാ ശക്തികളും നമ്മളുടെ അവസാനിക്കുന്നത്. അതിന്ന് കിട്ടുന്ന എന്ത് നമ്മൾക്ക് ലഭിക്കുന്നുവോ അത് നമ്മൾ മനസ്സിലിട്ട് മനനം ചെയ്ത് അതിന് കൊടുക്കുന്ന മാനങ്ങൾ മാത്രമാണ് നമ്മളുടെ തോതുകൾ. അപ്പൊ പഞ്ചേന്ദ്രിയത്തിനും അപ്പുറത്തെ എന്തൊക്കെ വസ്തുക്കളുണ്ട്. ഇപ്പൊ നമ്മൾക്ക് നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളെ കണ്ടു. ആ ആളുടെ സ്വഭാവ ഗുണം നമുക്ക് കാണാൻ പറ്റുമോ? അയാൾ ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ചില നാടകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ കർത്തവ്യങ്ങളിൽ നിന്നും നമ്മൾ പറയാണ് അയാൾക്ക് നല്ല ഗുണമുണ്ടെന്ന്. അപ്പൊ നല്ല ഗുണം എന്നുള്ള ശീലത്തെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ചീത്ത ഗുണം എന്നുള്ള ശീലത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രാപ്യം. അയാൾ ഒരു വർക്ക് ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ്, അയാൾ ഒരു വലിയ കൊലയാളിയാണ്, നമുക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റും. അതേസമയത്ത് അയാൾ കത്തി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഇയാൾ ക്രൂരനാണ്. അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇപ്പൊ ഇത് ജീവജാലങ്ങളില് കാണപ്പെടുന്ന വസ്തുവാണ് ഈ സ്വഭാവ ഗുണങ്ങള്. അതുപോലും അളക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ പരാശക്തി എങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും? അതിനൊക്കെ അപ്പുറമാണ് ദേവി. അനന്തമായ ദേവിയെ അളക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. യഥോ വാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മം എന്താണ്? എവിടെയാണോ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മൾക്ക് നിർവചിക്കാൻ പറ്റാത്തത് അവിടെ ബ്രഹ്മമാണ്. അതാണ് ബ്രഹ്മം. അപ്പോൾ മനസ്സിനോ വാക്കുകൾക്കോ പഞ്ചേന്ദ്രിയങ്ങൾക്കോ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ആ ശക്തിയാണ് ദേവി. അതുകൊണ്ട് ദേവി തന്നെയാണ് ബ്രഹ്മം. അതുകൊണ്ട് ദേവി അമേയ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത നാമം ആദിശക്തി രമേയാത്മ. ആദിശക്തി കണ്ടു നമ്മള്, അമേയ എന്നുള്ള നാമം കണ്ടു. ഇനി ആത്മാ. ആത്മാവ് തന്നെയാണ്, അല്ലെ? ദേവി എന്താണ്? ആത്മാവ് തന്നെയാണ്. യാതൊന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവോ, യാതൊന്നും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നുവോ, യാതൊന്നിന് ഒരു കാലത്തും നാശമില്ലയോ, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾക്കറിയാം
യേ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷഗതി മാരുത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആത്മാവിന് നാശമില്ല, അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ ഏതൊന്നാണ് സകലയിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. ആ ആത്മാവാണ് സകല ചരാചരങ്ങളിലും വാഴുന്നത്. ഇവിടെ ഇന്നലെ വയലാറിന്റെ ഒരു സിനിമ ഭക്തിഗാനമാണത്. വളരെ മനോഹരമായിട്ടുള്ള രചനയാണത്. വാനവും ഭൂമിയും തീയും ജലവും വായുവും നിർമ്മിച്ച വിശ്വശില്പി, മണ്ണിലെ മനുഷ്യന്റെ അന്തരാത്മാവിൽ നീ നിന്നിലെ നിന്നെ കൊളുത്തി വെച്ചു. നിരീശ്വരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ നാസ്തികനായിട്ടുള്ള വയലാറിന്റെ ഒക്കെ ആത്മീയത എത്ര വലുതായിരുന്നു എന്ന് ഈ ഓരോ രചനകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ കമ്മ്യൂണിസം അല്ലാതെ. അപ്പോ ഈ വാനവും ഭൂമിയും തീയും ജലവും വായുവും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയതെന്ന് നമ്മള് കണ്ടു, അല്ലെ? ആദ്യം ആകാശമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വാനം എന്ന് വയലാർ കൃത്യമായിട്ട് ആദ്യം എഴുതുന്നത്. അപ്പോ ആദ്യത്തെ തത്വം ആകാശമായിരുന്നു, ആകാശത്ത് നിന്ന് ശബ്ദം ഉണ്ടായി എന്നാണ്. അതൊക്കെ നമ്മൾ പഞ്ചതത്വങ്ങളും പഞ്ചതന്മാത്രകളും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കൃത്യമായി കണ്ടു. ആ ശില്പി, വിശ്വശില്പി, ആ ബ്രഹ്മാവ്, ആ ആ അത് ആത്മാവായിട്ട് മണ്ണിലെ മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ എന്താ ചെയ്ത്, അന്തരാത്മാവിൽ നീ നിന്നിലെ നിന്നെ കൊളുത്തി വെച്ചു. ഞാനല്ലാതെ നിന്നിലുള്ള ആ നീയാണ്, അതാണ് എന്നിൽ പ്രകാശിക്കുന്നത്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ചെറിയ സിനിമാ ഗാനത്തിലെ 4 വരികൾ മതി. പക്ഷേ അതെന്താണ് പറഞ്ഞതെന്ന് അറിയെങ്കിൽ അത് വേദാന്ത ചിന്തയുള്ള ഒരാൾക്കാണ് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. വേദാന്ത ചിന്ത എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദേവി. ആ പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ആ ബ്രഹ്മം, അത് എല്ലാ ജീവജാലങ്ങളിലും പ്രാണനായിരിക്കുന്നു. അതാണ് ദേവി, അത് തന്നെയാണ് ബ്രഹ്മം, അല്ലെ? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് തന്നെ. ഇപ്പോ ജീവാത്മാ രൂപത്തിലും പരമാത്മാ രൂപത്തിലും ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളാണ് ആ ദേവി ചൈതന്യത്തെയാണ് ആത്മാ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആദിശക്തി, അമേയ, ആത്മ, ഇതൊക്കെ ഇനി പറഞ്ഞു വരുന്ന അതേ നാമങ്ങളുടെ തന്നെ തുടർച്ചയാണ്. വളരെ വളരെ എളുപ്പമുള്ള നാമങ്ങളാണ്. ഇനി 618 നാമത്തിലേക്ക് പ്രവേശിക്കാം. പരമാ. പരമാ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രേഷ്ഠമായത്, സർവശ്രേഷ്ഠയായവളാണ് പരമാ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടവളാണ് ദേവി, സർവശ്രേഷ്ഠയാണ് ദേവി, ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി, എല്ലാത്തിനും അതീതയാണ് ദേവി. ഇതൊക്കെ തന്നെയാണ് നമ്മൾ അമേയ എന്ന് പറഞ്ഞപ്പോഴും ആദിശക്തി എന്ന് പറഞ്ഞപ്പോഴും ആത്മാ എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ വിവരിച്ചത്. അതിനെ പരമാ എന്ന് പറയുന്നു. അപ്പോ സർവശ്രേഷ്ഠയായവളാണ് ദേവി. ദേവിക്ക് മുന്നിൽ ഒന്നും തന്നെ ഇല്ല, ദേവിക്ക് പിന്നിലും ഒന്നുമില്ല. അപ്പോ ആ ദേവിയെ പരമാ എന്നുള്ള സർവശ്രേഷ്ഠ എന്നുള്ള നാമത്തില് വിശേഷിക്കപ്പെടുകയാണ് ഇവിടെ. ഇനി 619 നാമം നോക്കാം. പാവനാകൃതി. പാവനാകൃതി. അപ്പൊ പാവനാകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പാവനമായ ആകൃതിയോട് കൂടിയവൾ. അപ്പോ പാവനം എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവിയുടെ രൂപത്തെ അല്ല ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? ദേവിയുടെ രൂപത്തിന്റെ ധ്യാനം, അതുപോലെ തന്നെ ദേവിയുടെ ചരിത്രങ്ങള്, ദേവിയുടെ ആരാധനാ സമ്പ്രദായങ്ങള്, ഇതൊക്കെ എന്താണ്? പാവനമാണ്. അപ്പൊ ആകൃതി എന്ന് പറഞ്ഞാൽ ആ രൂപത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പൊ എല്ലാം പാവനമാണ്. എന്താണ്? ദേവിയുടെ രൂപത്തെ നമ്മൾ ധ്യാനിക്കുന്നു. എങ്ങനെ വേണം? സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാ നായക ശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുഹാം. അതെന്ത് ഭംഗിയിലാണ് നമ്മള് കാണേണ്ടത് ആ ദേവിയെ, അല്ലെ? സിന്ദൂരാരുണ. ഇനി അരുണാം കരുണാതരംഗിതാക്ഷ്യം ധൃത പാശാങ്കുശ പുഷ്പബാണചാപാം. അവിടെ പാശവും അങ്കുശവും പുഷ്പവും ബാണവും ചാപവും ഒക്കെ ധരിച്ചിട്ടുള്ള ദേവിയെ നമ്മൾ കണ്ടു. അങ്ങനെ ഏത് രൂപത്തിലാണോ നമ്മള്, ഇനി ചന്ദ്രമണ്ഡല മധ്യക എന്ന രൂപത്തിലാണോ ദേവിയെ നമുക്ക് ധ്യാനിക്കേണ്ടത്? കുണ്ടലിനിയൊക്കെ ഇങ്ങനെ ജാഗ്രതാക്കിയിട്ട് സഹസ്രാരത്തിലെത്തിയിരിക്കുന്ന ദേവി ചന്ദ്രമണ്ഡലത്തിൽ ഇങ്ങനെ ആ പരമശിവനുമായിട്ട് രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ദേവിയെ കാണുകയാണ് നമ്മൾ എന്ന് കരുതുക. ഇത് മറ്റൊരു രൂപമാണ്. അപ്പൊ ഏത് രൂപത്തിലാണോ ദേവിയെ നമ്മൾക്ക് ധ്യാനിക്കേണ്ടത്, ആ രൂപം എല്ലാം പാവനമാണ്, പരിശുദ്ധമാണ്. ഇനിയോ ദേവിയുടെ ചരിത്രം, ദേവി മഹാത്മ്യം വായിക്കാം നമുക്ക്, അല്ലെ? അതുപോലെ തന്നെ ദേവി ഭാഗവതം വായിക്കാം, അതുപോലെ സൗന്ദര്യ ലഹരി വായിക്കാം, ലളിതാ സഹസ്രനാമം വായിക്കാം. ഇതിനൊക്കെ
ദേവിയുടെ ചരിത്രങ്ങളാണ് കാണിക്കുന്നത്. അതെല്ലാം ശ്ലോകരൂപേണ അതൊക്കെ ചൊല്ലുന്നത് വളരെ പാവനമാണ്. അതുപോലെ ദേവിയുടെ ആരാധന, വ്യത്യസ്ത ആരാധനാ സമ്പ്രദായങ്ങൾ നമ്മൾ കണ്ടു. കൗളമാർഗം, സമയമാർഗം, അത് കഴിഞ്ഞ് ഹാദി, എത്രയോ തരത്തിലുള്ള ആചാര സമ്പ്രദായങ്ങളുണ്ട്. എങ്ങനെ ദേവി ആരാധിച്ചാലും അതൊന്നുമില്ല, ശ്ലോകം ചൊല്ലി ദേവിയെ മനസ്സിലിരുത്തി ആരാധിച്ചാലും ധാരാളമാണ്. അതെല്ലാം ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അതെല്ലാം പരിപാവനമാണ്. അങ്ങനെ ചെയ്യുന്ന ഭക്തരുടെ ചിത്തത്തെയും ദേവി പരിപാവനമാക്കും. അതുകൊണ്ട് ദേവി പാവനാകൃതി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ പാവനാകൃതി എന്ന് പറഞ്ഞാൽ ദേവിയുടെ രൂപധ്യാനം, ദേവിയുടെ ചരിത്രം, ദേവിയുടെ ആരാധന, ഇതൊക്കെ പരിപാവനമാണ്. അതുതന്നെയാണ് ദേവിയുടെ ആകൃതി, അല്ലെ? എന്ത് നമ്മൾ വിചാരിക്കുന്നുവോ അത് തന്നെയാണ് ദേവിയുടെ ആകൃതി. ശുദ്ധജലത്തെ പോലെയാണ്. എവിടെയാണോ നിറയ്ക്കുന്നത് അതുപോലെ ആ പാത്രത്തിന്റെ സ്വരൂപമായി മാറും ദേവി. അതുകൊണ്ട് ദേവി പാവനാകൃതിയാണ്. ഇനി 620 നാമം കാണാം. അനേക കോടി ബ്രഹ്മാണ്ട ജനനി, ഒറ്റ നാമമാണ്. അപ്പോ അനേക കോടി ബ്രഹ്മാണ്ട ജനനി. അപ്പോ നമ്മൾ കണ്ടു, നമ്മൾ നേരത്തെ ഒരു നാമത്തില് ധാരാളം ലക്ഷ്മിമാരെയും സരസ്വതിമാരെയും ഒക്കെ കണ്ടു. ഏത് നാമായിരുന്നു? സചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത എന്ന്, കഴിഞ്ഞ ശ്ലോകത്തിലെ അവസാനത്തെ നാമം. അപ്പൊ നമ്മൾ കണ്ടു സചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത. ഒരുപാട് രമകളും വാണികളും ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് വരുന്നത്? കാരണം ഒരു സൂര്യമണ്ഡലം, ഒരു സൂര്യനും ഒരു ചന്ദ്രനും, ആ സൂര്യന് ചുറ്റുമുള്ള ഗോളങ്ങള്, ഗ്രഹങ്ങള്, അത് കൂടുമ്പോഴാണ് ഒരു ബ്രഹ്മാണ്ഡമായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു സൗരയൂഥമായി മാറുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുമ്പോൾ. അങ്ങനെ എത്രയോ സൗരയൂഥങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ഡങ്ങൾക്കൊക്കെ ജനനിയാണ് ദേവി. അവിടെയൊക്കെ സൃഷ്ടാവും അതുപോലെ തന്നെ വിഷ്ണുവും ബ്രഹ്മാവും ശിവനും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ജനനിയുടെ, ഈ ദേവിയുടെ മക്കളാണ്. അതുകൊണ്ട് അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ സൃഷ്ടിച്ചതാണ് ദേവി. അതുകൊണ്ട് അതിനൊക്കെ ജനനിയായവളാണ്. അതുകൊണ്ട് ദേവിയെ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന് വിളിക്കുന്നു. അപ്പോ ഇങ്ങനെ കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ഡങ്ങൾക്കൊക്കെ ജനനിയായിട്ടുള്ളവളാണ്. അതുകൊണ്ട് ദേവിയെ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന് വിളിക്കുന്നു. ഇനി 621 നാമം നോക്കാം. ദിവ്യവിഗ്രഹ. ദിവ്യവിഗ്രഹ, ദിവ്യവിഗ്രഹ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ രാമായണം വായിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധസമയത്ത് സുഗ്രീവനു എങ്ങനെയാ ക്ഷീണിച്ചത് വിഗ്രഹമെന്നോ മറ്റു പറയുന്നത്, വിഗ്രഹം എന്നുള്ള ശബ്ദം വരുന്നുണ്ട് അവിടെ. ആ ശരീരം സുഗ്രീവന്റെ ക്ഷീണിക്കാണ് ബാലിയായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പോഴാണ് അമ്പയക്കുന്നത്. അപ്പൊ വിഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട് ഇവിടെ. ഒന്ന് ശരീരമെന്നും ഒന്ന് യുദ്ധമെന്നും, രണ്ടർത്ഥങ്ങളുണ്ട് ഇവിടെ. ആദ്യം ശരീരം എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ദിവ്യ വിഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ ആ ശരീരം എങ്ങനെയാണ്? ദിവ്യം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ്, വളരെ സിദ്ധിയോട് കൂടിയിട്ടുള്ളതാണ്, പ്രകാശമാനമാണ്, ദിവ്യമാണ്. ആ ദിവ്യമായിട്ടുള്ള വിഗ്രഹം, ആ വിഗ്രഹം എന്ന് വെച്ചാൽ അഴകുള്ള, അതുപോലെ തന്നെ ശോഭയോട് കൂടിയിട്ടുള്ള, മനോഹരമായിട്ടുള്ള ശരീരത്തോടു കൂടിയവളാണ് ദേവി. ദേവിയെ നമ്മൾ മനസ്സില് രൂപത്തോടു കൂടി ധ്യാനിക്കുമ്പോൾ ദേവി വളരെ സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള രൂപമാണ് ദേവിയുടെ. അപ്പോ അഴകുള്ള ശരീര ഭംഗിയുള്ളവളാണ് എന്നുള്ളതാണ് ഒരർത്ഥം. എങ്ങനെ? ദിവ്യ വിഗ്രഹ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ശരീരം, വിഗ്രഹം, ശരീരം എന്ന് പറയുമ്പോൾ. ഇനി വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മള് അതേപോലെ തന്നെ യുദ്ധം എന്നെടുക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള യുദ്ധരീതികൾ, അല്ലെ? ഇവിടെ ദിവ്യം എന്ന് പറഞ്ഞാൽ ദിവ്യമായിട്ടുള്ള, ആർക്കും ജയിക്കാൻ പറ്റില്ല, അജയ്യയാണ് ദേവി. അങ്ങനെയുള്ള യുദ്ധതന്ത്രങ്ങളോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ദിവ്യ വിഗ്രഹ എന്ന് പറയുന്നു, അല്ലെ? ഇനി ശരിക്കും ദിവ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ, ദിവി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗമാണ്, അല്ലെ? ദേവന്മാര് ദിവി എന്ന് പറയും. സ്വർഗത്തെ അല്ലെങ്കിൽ ആകാശത്തെയും എന്ത് പറയുന്നു? ദിവ്യം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഇപ്പോ ആകാശത്ത് നിന്നും ദേവി നിരാധാരനായിട്ട്, ആ ഭണ്ഡാസുര യുദ്ധസമയത്ത് വളരെ കഷ്ടപ്പെട്ട ദേവി എന്ത് ചെയ്തു? ആകാശത്തേക്ക് പൊങ്ങി. ആകാശത്ത് പൊങ്ങിപ്പോയ ഭണ്ഡാസുരനുമായിട്ട് ആകാശത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ആകാശത്ത് യുദ്ധം ചെയ്യുന്നവളായിട്ടും ദിവ്യ വിഗ്രഹം. പക്ഷെ ശരിക്കും നമ്മള് സാധാരണ അർത്ഥം വായിക്കുമ്പോൾ എടുക്കുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള, ശോഭയോട് കൂടിയ, കാന്തിയോട് കൂടിയിട്ടുള്ള ശരീരത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ നമുക്ക് ദിവ്യ വിഗ്രഹ എന്ന നാമത്തില് അങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം, അല്ലെ? അപ്പോ അതോടുകൂടി 621 നാമത്തോടു കൂടി ഈ 124 ശ്ലോകം അവസാനിക്കുകയാണ്.
ഇനി നമുക്ക് 125-ാമത്തെ 124-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അപ്പൊ അതിലത്തെ നാമങ്ങളൊന്നും അറിയാൻ പറ്റും. ആദിശക്തിരമേയാത്മാ പരമാപാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ. ഇനി 125-ാമത്തെ നാമം നോക്കാം. ക്ലീങ്കാരി കേവലാ ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ് ത്രിമൂർത്തി ത്രിദശേശ്വരി. ക്ലീങ്കാരി കേവലാ ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ് ത്രിമൂർത്തി ത്രിദശേശ്വരി. ഇവിടെ 622 മുതൽ 629 വരെയുള്ള 8 നാമങ്ങളുണ്ട്. ചെറിയ ചെറിയ നാമങ്ങളാണ്, എളുപ്പമുള്ള നാമങ്ങളാണ്, വീണ്ടും വീണ്ടും കണ്ട നാമങ്ങളാണ്, പെട്ടെന്ന് കാണാം. ക്ലീങ്കാരി 622-ാമത്തെ നാമം ക്ലീങ്കാരി. ഇവിടെ ക്ലീങ്കാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2ാം ക്ലാസ്സിലെ മൈനയിലെ ക്ലാ ക്ലാ ക്ലീ ക്ലീ എന്നുള്ള പാഠമല്ല. ക്ലീം എന്നുള്ളത് കാമരാജ ബീജമായിട്ടുള്ള മന്ത്രാക്ഷരമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള കാമരാജകൂടം, ആ കാമരാജ ബീജരൂപമായിട്ടുള്ള മന്ത്രാക്ഷരമാണ് ക്ലീ എന്നുള്ളത്. അപ്പോ ക്ലീം എന്ന് പറഞ്ഞാൽ ക്ലീങ്കാരന്റെ, ക്ലീങ്കാരി എന്ന് പറഞ്ഞാൽ ക്ലീങ്കാരന്റെ പത്നിയാണ്. അപ്പൊ ക്ലീം എന്നുള്ളത് കാമരാജകൂടത്തിന്റെ ബീജമന്ത്രമാണ്. കാമരാജകൂടം ആരുടെ കൂടമാണ്? കാമേശ്വരനായ മഹാദേവന്റെ കൂടമാണ്. അപ്പൊ ക്ലീങ്കാരൻ കാമേശ്വരനാണ്, മഹാദേവനാണ്, ശിവനാണ്. അദ്ദേഹത്തിന്റെ പത്നിയാണ് ക്ലീങ്കാരി എന്ന് പറയുന്നത്. അപ്പോ ക്ലീം എന്ന കാമബീജ സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി ക്ലീങ്കാരിയാണ്. ക്ലീങ്കാരനായിട്ടുള്ള കാമ സ്വരൂപനായിട്ടുള്ള മഹാദേവി. അതുകൊണ്ടും ദേവിയെ ക്ലീങ്കാരി എന്ന് പറയുന്നത്. അപ്പൊ ക്ലീ എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബീജമന്ത്രമാണ്. ബീജമന്ത്രത്തിന്റെ അർത്ഥം ഗുരുമുഖത്ത് നിന്ന് അറിയേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഇത്രയും ഓം ഹ്രീം ക്ലീം എന്നൊക്കെ നമ്മൾ ധാരാളം നാമങ്ങളിൽ, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഈ ശബ്ദങ്ങളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ബീജമന്ത്രങ്ങളാണത്. ആ ബീജമന്ത്രത്തിന്റെ രൂപം തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ക്ലീങ്കാരി എന്ന് വിളിക്കുന്നു. ഇനി 623-ാമത്തെ നാമം കേവല. കേവല, കേവല എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിനോടും ചേരാതെ പൂർണ്ണരൂപ, അതാണ് കേവലം. അപ്പൊ ഏകയായവൾ, ദേവിക്ക് തുല്യമായിട്ട് ഒന്നുമില്ല. ദേവിയിൽ ഒന്നും ചേർന്നിട്ടില്ല. എല്ലാം ദേവിയുടെ അകത്തു നിന്നും വന്നതാണ്. ദേവിയിലാണ് എല്ലാം ഇരിക്കുന്നത്. ദേവി ഒന്നിനോടും കൂടി ചേരുന്നില്ല. പരമേശ്വരനോട് കൂടി മാത്രമേ ദേവി ചേരുന്നുള്ളൂ. ബാക്കി ഒന്നിനോടും ദേവി ചേരുന്നില്ല. അപ്പോ ദേവി ഏകയാണ്, മറ്റൊന്നിനോടും ചേരാതെ പരിപൂർണയാണ്. അതുകൊണ്ടാണ് ദേവി ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം മാത്രമേ പരിപൂർണമുള്ളൂ, അല്ലെ? ബാക്കി അളക്കാൻ കഴിയുന്ന വസ്തുക്കളൊക്കെ അപൂർണമാണ്. നമ്മൾക്ക് ഒന്നിനെ കൊണ്ടും അത് നമ്മൾക്ക് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങളാൽ നമ്മൾക്ക് വായിച്ചറിയാൻ പറ്റാത്ത, അതുകൊണ്ട് മണത്തറിയാൻ പറ്റാത്ത, കണ്ടറിയാൻ പറ്റാത്ത, സ്പർശിച്ചറിയാൻ പറ്റാത്ത ആ ഒരു ആ തത്വമാണ് ദേവി. അതുകൊണ്ട് ദേവി കേവലയാണ്. ദേവി ഒന്നുമായിട്ടും കൂടിച്ചേരുന്നില്ല എന്നതാണ്. പിന്നെ കേവല എന്ന് പറഞ്ഞാൽ, കേവലം എന്ന് പറഞ്ഞാൽ കൈവല്യത്തിന്റെ അർത്ഥമാണ്. കേവലം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുണ്ട്. അപ്പൊ ഇവിടെ കേവല എന്ന് പറഞ്ഞാൽ ദേവി ഭക്തന് മോക്ഷം കൊടുക്കുന്നവളാണ്, മോക്ഷപ്രദായിനിയാണ് ദേവി. ഇങ്ങനെ രണ്ടർത്ഥം എടുക്കാം. ഏകയായവള്, മറ്റൊന്നിനോടും ചേരാതെ തന്നെ പൂർണ്ണയായവള്, അതുപോലെ തന്നെ കൈവല്യപദം സാധകന് കൊടുക്കുന്നവള് എന്നിങ്ങനെയുള്ള അർത്ഥത്തില് കേവല എന്ന നാമത്തിൽ ദേവി പ്രശസ്തയാണ്. അടുത്ത നാമം നോക്കാം നമുക്ക്. 624-ാം നാമം ഗുഹ്യ. ഗുഹ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രഹസ്യം എന്നാണ് അർത്ഥം. അപ്പോ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗുഹ്യം എന്ന് പറയുന്നത്. രഹസ്യമാണ് ദേവിയുടെ സ്വരൂപം. രഹസ്തർപ്പണ തർപ്പിത എന്നൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? ഓ രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത എന്നൊക്കെയുള്ള നാമങ്ങൾ കണ്ടു. ദേവിയുടെ നമ്മള് പലതും കുളാർണവത്തിലെ പല മന്ത്രങ്ങളും തന്ത്രങ്ങളും നമ്മൾ പരിശോധിച്ചപ്പോഴും നമ്മൾക്ക് അറിയാൻ പറ്റി, സാധാരണക്കാരന്റെ ബുദ്ധിക്ക് അതിനെ വിന്യസിപ്പിച്ചെടുക്കാൻ പറ്റാത്തതിനും അപ്പുറത്തുള്ള അർത്ഥങ്ങളാണ് അതിനകത്തുള്ള. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ദേവിയെ. കാരണം അല്ലെങ്കിൽ ഈ അർത്ഥങ്ങളെല്ലാം എന്തായി മാറും? അനർത്ഥമായി മാറും. അതുകൊണ്ടാണ് ദേവി ഗുഹ്യയായിരിക്കുന്നത്. ഒളിച്ചു വെക്കപ്പെടേണ്ടവളാണ് ദേവി. അല്ലാണ്ട് ദേവി എവിടെയാണ് ഇരിക്കുന്നത്?
നമ്മുടെ കുണ്ടലിനി ചക്രത്തില് മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള കുണ്ടലിനിയിൽ കൂടെയാണ് ദേവിയുടെ പ്രയാണം നമ്മുടെ ശരീരത്തില്. ഭ്രമം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ. പക്ഷെ ദേവി ഇങ്ങനെ എപ്പോഴും പ്രകടമായിരിക്കുന്ന അല്ല, രഹസ്യ സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി ഒളിച്ചു വെക്കപ്പെടേണ്ടവളാണ്. രഹസ്തർപ്പണ തർപ്പിത, രഹസ്യമായിട്ട് ആരാധന ചെയ്യേണ്ടവളാണ് ദേവി. അതുകൊണ്ടാണ് ദേവിയെ ഗുഹ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ശരിക്കും ആ ദേവി ആരാധന ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, പ്രകടമായിട്ട് ആരാധിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ദേവിക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള ആരാധന, ആ ആരാധനയാണ് ദേവിയെ എപ്പോഴും ജാഗൃതാക്കിയിട്ട് നമ്മുടെ കുണ്ടലിനിയൊക്കെ നല്ല ആ ശക്തി സ്വരൂപിണിയ ദേവിയെ പ്രകടമായിട്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്നത്. അപ്പോ അങ്ങനെയുള്ള രഹസ്യ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ആരാധന വളരെ, അതുകൊണ്ടാണ് ചില തന്ത്രവിദ്യകളിലൊക്കെ ശരിക്കും അമാവാസിയുടെ ദിവസം മധ്യരാത്രിക്കൊക്കെ ആരാധിക്കുന്ന ഒത്തിരി ദേവീ രൂപങ്ങളുണ്ട്. കാളരാത്രിയൊക്കെ ആരാധിക്കുന്ന അങ്ങനെയാണ്, കാളിയെ ആരാധിക്കുന്ന അങ്ങനെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുഹ്യ എന്ന് പറഞ്ഞാൽ ഗുഹയിൽ പ്രവേശിച്ചവൾ എന്നർത്ഥമുണ്ട്. അപ്പൊ ശരിക്കും എവിടെയാണ് നമ്മളുടെ ദേവി ഇരിക്കുന്നത്? ഹൃദയ കുഹരത്തിലാണ്. നമ്മൾ നേരത്തെ കണ്ടു, ഹൃദയ കുഹരത്തിലാണ് ദേവി ഇരിക്കുന്നത്. അവിടുത്തെ ആകാശത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഇത്രയും ചെറിയ ആ ഹൃദയത്തിനകത്തുള്ള ആ സ്പേസിനകത്താണ് ഇത്രയും വിശാലയായ ദേവി ഇരിക്കുന്നത്. അതുകൊണ്ടും ഗുഹ്യമായിട്ട് ഹൃദയ കുഹരത്തിൽ എല്ലാ ജീവികളുടെയും ഹൃദയത്തിനകത്തിരിക്കുകയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ഗുഹ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ ശരിക്കും ഇതിന്റെ അർത്ഥം എന്താണ്? ബഹിർമുഖന്മാർക്ക് ദേവിയെ ലഭിക്കില്ല എന്നുള്ളതാണ്. പുറത്ത് തെരഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ കാണാൻ കിട്ടില്ല. അതിന് ഉള്ളിൽ തന്നെ നമ്മൾ തിരയണം. നമ്മുടെ ഉള്ളിൽ തിരഞ്ഞാൽ മാത്രമാണ് ആ ദേവിയെ കണ്ടെത്തുള്ളൂ. അതിനാണ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ടെക്നിക്ക്. അതറിഞ്ഞാൽ മാത്രമേയാണ് അത് ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ആ ബ്രഹ്മത്തെ അറിയാനുള്ള ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ബഹിർമുഖന്മാർക്ക് ലഭിക്കില്ല. അന്തർമുഖ സുഖാരാധ്യ നാമം വരും. പിന്നെ വരുന്നതാണ് ബഹിർമുഖ സുദുർലഭ എന്നാണ്. ഒരിക്കലും സുലഭമല്ലാത്തതാണ്, വളരെ ദുർലഭമാണ്. ആർക്ക്? ദേവി. ആർക്ക്? ബഹിർമുഖന്മാർക്ക് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ദേവി ഗുഹ്യയാണ്. ഇനി 625 നാമം കൈവല്യപദദായിനി. കൈവല്യപദദായിനി ഒറ്റ നാമമാണ്. കൈവല്യപദം ദൈവം നമ്മൾ കണ്ടു, കേവല എന്നുള്ള നാമത്തിൽ നമ്മൾ കണ്ടു. ദേവി കൈവല്യപദദായിനിയാണ്. കൈവല്യപദത്തെ, ആ മോക്ഷപദത്തെ കൊടുക്കുന്നതാണ്, ആ സായുജ്യത്തെ കൊടുക്കുന്നവളാണ് ദേവി സാധകന്. അപ്പോ ശരിക്കും കൈവല്യപദം എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക? സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം. സ്റ്റെപ്പാണത് അല്ലെ? ആദ്യം സാലോക്യമായി മാറും. എല്ലാം തുലനം, ഞാൻ അതുപോലെ എന്നുള്ള തുല്യതയിലെത്തും. സാരൂപ്യം, ആ രൂപത്തെ അനുഭവിച്ചറിയാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ സാമീപ്യം, അടുത്തെത്തും. നമ്മള് അടുത്തെത്തി എന്നുള്ളതാണ്. അപ്പോഴാണ് സായുജ്യമായി മാറുന്നത്. ഞാനും അതും മറ്റൊന്നല്ല എന്നുള്ള അവസ്ഥയിലെത്തി ഐക്യപ്രാപ്തി ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആ കൈവല്യം ലഭിക്കുന്നത്. സായുജ്യം കിട്ടുമ്പോഴാണ് കൈവല്യം ലഭിക്കുന്നത്. അപ്പോ അകവും അദ്വിതീയവുമായിട്ടുള്ള മോക്ഷപദത്തെ ശരിക്കും ഏകം അല്ലെ? ഏകമാണ് ദേവി. അകത്തിരിക്കുന്നതാണ്. ആ അകത്തിരിക്കുന്ന ദേവിയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അകത്തിരിക്കുന്ന ദേവി ഏകരൂപസ്വരൂപിണിയായി മാറും. അപ്പൊ ഏകയാണ്, വേറെ ഒന്നുമില്ല അല്ലെ? മറ്റൊന്നുമില്ല. അപ്പൊ ഏകവും അദ്വിതീയവുമായിട്ടുള്ള മോക്ഷപദത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി കൈവല്യപദദായിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. കൈവല്യപദദായിനി. ഇനി 626 നാമം ത്രിപുര. ത്രിപുര എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളെക്കാൾ പുരാതനയായവൾ. ഇവിടെ പുര എന്ന് പറഞ്ഞാൽ പുരാതനം എന്നാണ് അർത്ഥം. ത്രിപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്ഥാനമുണ്ട്, അവിടെ 3 പുരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ ത്രിപുര എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളെക്കാൾ പുരാതനയായവൾ, മുൻപേയുള്ളവൾ. അപ്പൊ നമുക്കറിയാം, ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും ഒക്കെ, ബ്രഹ്മാവിനും വിഷ്ണുവിനും ദേവന്മാർക്കൊക്കെ നാശമുള്ളപ്പോഴും ദേവിക്ക് നാശമില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. മഹാപ്രളയ സാക്ഷിണിയായിട്ട് ദേവി അവിടെ നിൽക്കും. മഹേശ്വരന്റെ മഹാതാണ്ഡവ സാക്ഷിണിയായിട്ടും ദേവി നിൽക്കും എന്നുള്ള നാമങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ത്രിമൂർത്തികളെക്കാൾ പുരാതനയാണ് ദേവി, ചിരപുരാതനയാണ്. ശക്തിയായിട്ട് പ്രപഞ്ചത്തില് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് ദേവി എപ്പോഴും, പ്രളയകാലത്തും. അതുകൊണ്ട് ദേവി ത്രിപുര, ഏറ്റവും പുരാതനയായതാണ്. ഇനി 3 പുരങ്ങളിലെ എല്ലാ ത്രിപുടികളിലും നമുക്ക് നോക്കാം. മനസ്സ്, ബുദ്ധി, ചിത്തം, ഇത് 3 പുരങ്ങളാണ്. ആ 3 പുരങ്ങളിലും വസിക്കുന്നവളാണ് ദേവി. അതുപോലെ തന്നെ എല്ലാ ത്രിപുടികളിലും വസിക്കുന്നവളാണ് അല്ലെ? ശരിക്കും സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം,
കാരണ ശരീരം, ഈ 3 ത്രിപുടികളിലും ദേവിയുണ്ട്. അവിടെ ആ ത്രിപുരങ്ങളിൽ വസിക്കുന്നവരാണ്. ഇട, പിങ്കള, സുഷുമ്ന 3 നാഡികളാണ്. ആ 3 നാഡികളിലും വസിക്കുന്നവരാണ്. അതുപോലെ സത്വ, രജ, തമോ ഗുണങ്ങള് 3 ഗുണത്രയങ്ങളാണ്. ആ ഗുണത്രയങ്ങളിലും ആ ത്രിഗുണങ്ങളിലും ആ പുരങ്ങളിൽ വസിക്കുന്നവളാണ്. അതുപോലെ സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി 3 അവസ്ഥാത്രയങ്ങളാണ്. ആ പുരങ്ങളിൽ വസിക്കുന്നവളാണ്. അപ്പൊ എന്തെല്ലാം ത്രിപുടികളുണ്ടോ ആ ത്രിപുടികളിൽ എല്ലാം വസിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ത്രിപുര എന്ന് വിളിക്കുന്നു. ഇനി 627 നാമം ത്രിജഗദ്വന്ദ്യ. ത്രിജഗത്, 3 ലോകങ്ങൾക്കും 3 ലോകങ്ങളാലും അല്ലെങ്കിൽ 3 ലോകങ്ങളിലും വന്ദിക്കപ്പെടുന്നവൾ. ത്രിജഗത് വന്ദ്യ, വന്ദിക്കപ്പെടുന്നവൾ. 3 ലോകങ്ങളിലും വന്ദിക്കപ്പെടുന്നവളാണ്, വന്ദനീയയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ത്രിജഗത് വന്ദ്യ എന്ന് പറയുന്നു. അപ്പോ മനുഷ്യരാലും ദേവന്മാരാലും അസുരന്മാരാലും ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥം. 3 ലോകത്തിലും ഉണ്ടാവുന്ന, ദേവലോകത്തിൽ ദേവന്മാര്, ഭൂമിയിൽ മനുഷ്യര്, പാതാളത്തിലും അതുപോലെ തന്നെ അസുരലോകത്തിലും അസുരന്മാര്, എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ത്രിജഗദ്വന്ദ്യ എന്ന് പറയുന്നു. 3 ജഗത്തിലും ദേവി ആരാധിക്കപ്പെടുന്നു. ഇനി 628 നാമം നോക്കാം. ത്രിമൂർത്തി. ത്രിമൂർത്തി, ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ 3 മൂർത്തികളോട് കൂടിയത്. 3 മൂർത്തികളെ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, അല്ലെ, മഹേഷ്. ആ 3 മൂർത്തികളും ദേവി തന്നെയാണ്. 3 മൂർത്തികളോട് കൂടിയവളാണ്. ഇപ്പൊ ബ്രഹ്മാവിന്റെ ശക്തിയായിട്ട് എങ്ങനെയാണ് ദേവി ബ്രാഹ്മി ആയിട്ടിരിക്കുന്നു. അതുപോലെ വിഷ്ണുവിന്റെ ശക്തിയായിട്ട് ദേവി എങ്ങനെയിരിക്കുന്നു? വൈഷ്ണവി എന്ന രൂപത്തിലിരിക്കുന്നു. അതുപോലെ രുദ്രന്റെ ശക്തിയായിട്ട് മാഹേശ്വരി രൂപത്തിലിരിക്കുന്നു. അതൊക്കെ ആരാണ്? ബ്രാഹ്മിയാണെങ്കിലും വൈഷ്ണവിയാണെങ്കിലും മാഹേശ്വരിയാണെങ്കിലും എല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് ത്രിമൂർത്തിയാണ്. എല്ലാ മൂർത്തികളോടും കൂടെ ഇരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് എല്ലാ മൂർത്തികളും ദേവിയുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ ത്രിമൂർത്തി എന്ന് പറയുന്നു. ശരിക്കും മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 രൂപങ്ങളിലും കൂടിയിട്ടാണ് ദേവി എന്ന് ദേവി മഹാത്മ്യത്തിലെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ദേവി, ത്രിമൂർത്തി തന്നെയാണ് ദേവി. ഇത് 3ഉം ദേവി തന്നെയാണ്. ആ 3 ത്രിമൂർത്തികൾക്കും ശക്തി പകരുന്ന ആ ചേതന ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ത്രിമൂർത്തി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 629 നാമം ത്രിദശേശ്വരി. ത്രിദശേശ്വരി, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ത്രിദശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ദശം 30. അപ്പോ 33 ദേവന്മാരെ എന്ന് പറയും. അപ്പൊ 33 കോടി ദേവന്മാരെ ആയിട്ട് അങ്ങനെ എണ്ണേണ്ട ആവശ്യമില്ല. അവരെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ. ത്രിദശന്മാർക്ക് ഈശ്വരിയായവർ. ത്രിദശന്മാരാരാണ്? ഇനി 2 അർത്ഥത്തിൽ നമുക്ക് കാണാം. ഒന്ന് 33 ദേവകള്. ഇനി എല്ലാവർക്കും എത്ര ദശകളാണുള്ളത്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അല്ലെ? 4 ദശകളാണുള്ളത്. ഇപ്പൊ ബാല്യം 1-മത്തെ ദശയാണ്, അല്ലെ? 2-മത്തെ ദശ കൗമാരം. 3-മത്തെ ദശ എന്താണ്? ത്രിദശ ഏതാണ്? 3-മത്തെ ദശ യൗവനം. അപ്പൊ ത്രിദശന്മാര് പറഞ്ഞ ദേവന്മാരാണ്. ദേവന്മാർക്ക് ഒരിക്കലും ജരാനരകൾ ബാധിക്കില്ല. അവരെന്നും യൗവനയുക്തരാണ്. ദേവി ആ ത്രിദശന്മാർക്കൊക്കെ ഈശ്വരിയാണ്. അതുപോലെ തന്നെ ദേവി നിത്യ യൗവനയുക്തയാണ്. ഇങ്ങനെ 2 അർത്ഥങ്ങളുണ്ട്. എല്ലാ ദേവന്മാർക്കും ഈശ്വരിയായവൾ, അല്ലെങ്കിൽ എന്നും ത്രിദശ ഉള്ളവൾ ദേവി. നിത്യമായിട്ട് 3-മത്തെ ദശയുള്ളവളാണ്, യൗവനമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി ത്രിദശേശ്വരി എന്ന് പറയുന്നു. ഇനി 33 കോടി ദേവന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾക്കറിയാം 11 രുദ്രന്മാരുണ്ട്. ഇവരുടെയൊക്കെ പേര് നമ്മൾ കണ്ടതായിരുന്നു. 12 ആദിത്യന്മാരുണ്ട്, അതിഥിയുടെ മക്കള്. 12 ആദിത്യന്മാര്. 8 വസുക്കളുണ്ട്, അഷ്ടവസുക്കൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 2 അശ്വിനി ദേവകളുണ്ട്. അപ്പോ എത്രയായി? 11, 12, 8, 2. 8 2 10, 11 10 22, 22 10 32, 32 31 2 33. അങ്ങനെ ടോട്ടല് 33 ദേവന്മാരാണ് ദേവഗണത്തിലുള്ളത്. രുദ്രന്മാര്, ആദിത്യന്മാര്, വസുക്കള്, അശ്വിനി ദേവകള്, ഇങ്ങനെ 33 ദേവഗണങ്ങളാണുള്ളത്. ആ ദേവഗണങ്ങൾക്കൊക്കെ ഓരോ കോടി ഉപദേവന്മാരുണ്ട്. അവരുടെയൊക്കെ ഉപദേവന്മാര്, അല്ലെങ്കിൽ അവരുടെ ദേവിയുടെ ഒരുപാട് ഉപദേവതകളെ നമ്മൾ കണ്ടു. അതുപോലെ ഈ 33 ദേവന്മാർക്കും ഓരോ കോടി ഉപദേവതകളുണ്ട്. എല്ലാ രൂപങ്ങളും ഭാവങ്ങളിലും അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ
അനുഷ്ഠിക്കാനുള്ള അവരുടെ ഭാവഭേദങ്ങളിലുള്ള ദേവഗണങ്ങളുണ്ട്. ആ ദേവഗണങ്ങൾ എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് 33 ദേവകളെ എന്ന് പറയുന്നത്. ഈ ദേവന്മാർക്കൊക്കെ, ഈ വിശ്വദേവന്മാർക്കൊക്കെ ഈശ്വരിയായവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ത്രിദശേശ്വരി എന്നറിയപ്പെടുന്നു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അങ്ങനെ ആ ശ്ലോകം കഴിഞ്ഞു. ഇനി 126 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ത്ര്യക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത. ത്ര്യക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത. ഇവിടെ ഓരോ നാമങ്ങളായിട്ട് കാണാം നമുക്ക്. ത്ര്യക്ഷരി, വീണ്ടും 3 അക്ഷരങ്ങൾ ചേർന്ന മന്ത്രരൂപമുള്ളവളാണ് ദേവി. ത്ര്യക്ഷരി എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ. അപ്പൊ നമ്മൾ ഓം എന്നുള്ള ബീജമന്ത്രം, അത് ദേവിയുടെ സ്വരൂപമാണ്. അപ്പോ ആ, ഉ, മ ഇങ്ങനെ 3 ബീജാക്ഷരങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഓംകാരം, അല്ലെ? ആ എന്നും ഉ എന്നും മ എന്നും ഓം എന്നാണ് പറയുക. അപ്പോ ആ 3 ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആ 3 ബീജാക്ഷരങ്ങൾ കൂടിയിട്ടുള്ള ഓംകാരം, ആ ഓംകാരം എന്താണ്? ദേവി സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ദേവി ത്രിയക്ഷരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ദേവിയുടെ ബാല എന്നുള്ള രൂപമുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവിയുടെ ബാലാസ്വരൂപിണിയായിട്ടുള്ള രൂപം. ബാലാസ്വരൂപിണിയായിട്ട് എന്താണ്? ഭണ്ഡ സൈന്യവധോദ്യുക്ത ശക്തിസേനാ സമന്യുത ഭണ്ഡ സൈന്യവധോദ്യുക്ത ബാലാവിക്രമ നന്ദിത. നാം ഓർക്കുന്നുണ്ടോ? ഭണ്ഡ സൈന്യവധോദ്യുക്ത ബാലാവിക്രമ നന്ദിത. അവിടെ ദേവിയുടെ തന്നെ മകളായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഭണ്ഡാസുരന്റെ സൈന്യത്തെ വധിക്കാൻ ഉദ്യുക്തയായിട്ട് നിൽക്കുന്ന ബാലാദേവി, ബാലാസ്വരൂപിണിയായിട്ടുള്ള ആ ബാലാദേവിയെ അവിടെ കാണുന്നുണ്ട്. നമ്മളെ ബാലാ ത്രിപുര സുന്ദരി. പല സ്ഥലത്തും ബാലാദേവിക്ക് ക്ഷേത്രങ്ങളുണ്ട്. 9 വയസ്സുള്ള കന്യകയാണ് ദേവി, ബാലാദേവി. ആ ദേവിക്ക് 3 അക്ഷരങ്ങളാണ്. ഇപ്പൊ നമ്മള് 16 അക്ഷരങ്ങളുള്ള ഷോഡശാക്ഷരി മന്ത്രം കണ്ടു, 15 അക്ഷരങ്ങളുള്ള പഞ്ചദശി മന്ത്രം കണ്ടു. അതൊക്കെ ദേവിയുടെ സ്വരൂപം തന്നെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോ ഇവിടെ ബാലാസ്വരൂപമായിട്ടുള്ള ബാലാ ത്രിപുര സുന്ദരിക്ക് 3 അക്ഷരങ്ങളുള്ള ബീജമന്ത്രമാണുള്ളത്. അതുപോലെ തന്നെ ദേവിയുടെ ശരീരത്തെ നമ്മൾ കണ്ടു, അല്ലെ? വാഗ്ഭവകൂടം, വാഗ്ഭവ ബീജമാണ് അവിടെയുള്ളത്. അതുപോലെ മധ്യകൂടത്തെ കാമരാജകൂടം എന്ന് പറയും, അവിടെ കാമബീജം അക്ഷരമാണുള്ളത്. അതുപോലെ തന്നെ അധോഭാഗത്തെ ശക്തിബീജം അല്ലെങ്കിൽ ശക്തികൂടം എന്ന് പറയും. ഇങ്ങനെ 3 കൂടങ്ങളാണ് ദേവിയുടെ ആ ശരീരം. ആ ശരീരത്തെ 3 ഭാഗങ്ങളായി നമ്മളുടെ ഈ ശ്രീവിദ്യാ മന്ത്രത്തില്, പഞ്ചദശാക്ഷരി മന്ത്രത്തിലും ഷോഡശാക്ഷരി മന്ത്രത്തിലും നമ്മൾ വിശദമായിട്ട് കണ്ടു. അപ്പൊ അവിടേക്കുള്ള 3 കൂടങ്ങൾക്കും ഓരോ ബീജാക്ഷരങ്ങളുണ്ട്. വാഗ്ഭവ ബീജം, കാമബീജം, ശക്തിബീജം. ഇത് ഏതൊക്കെയാണ്? ഐം, ക്ലീം, സൗ എന്നൊക്കെ പറയുന്നതാണ്. ഇതൊക്കെ ഗുരുമുഖത്തിന് അറിയേണ്ടതാണ്. അപ്പൊ ഈ ബീജാക്ഷരങ്ങൾ, 3 കൂടങ്ങൾക്കുള്ള ബീജാക്ഷരങ്ങൾ, അതിനും ത്രിയക്ഷരി എന്ന് പറയും. ദേവി തന്നെയാണ് ആ ബീജാക്ഷരങ്ങളുടെ സ്വരൂപം. അതുകൊണ്ട് ദേവി ത്രിയക്ഷരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ഓംകാര സ്വരൂപിണിയായ ദേവി ത്രിയക്ഷരിയാണ്. അതുപോലെ ബാല എന്നുള്ള സ്വരൂപത്തിലുള്ള 3 ബീജാക്ഷരങ്ങൾ മന്ത്രമായിട്ടുള്ള ദേവി ബാലാദേവി, ദേവിയും എന്താണ്? ത്രിയക്ഷരിയാണ്. അതുപോലെ ദേവിയുടെ തന്നെ 3 കൂടങ്ങൾ, ആ 3 കൂടങ്ങളിലെയും ബീജാക്ഷരങ്ങൾ, ഐം, ക്ലീം, സൗ എന്നൊക്കെയുള്ള ബീജാക്ഷരങ്ങൾ മന്ത്രസ്വരൂപമായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ടും ദേവി ത്രിയക്ഷരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 631 നാമം നോക്കാം. ദിവ്യഗന്ധാഢ്യ. ദിവ്യഗന്ധം എന്നറിയാം. ആഢ്യ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ളതാണ്. അപ്പോ ദിവ്യഗന്ധം എങ്ങനെയാണ് ദേവിക്ക് കിട്ടുന്നത്? ഹരിചന്ദനാദികളുടെയും ദിവ്യ പുഷ്പങ്ങളുടെയും ഒക്കെ സുഗന്ധം കൊണ്ട് ആഢ്യയായവൾ, ശോഭിക്കുന്നവൾ, പരിപൂർണയായവൾ എന്നാണ് പറയുന്നത്. അപ്പോ ദേവിയുടെ ശരീരം തന്നെ ദിവ്യഗന്ധമാണ്. അപ്പൊ നമ്മൾക്ക് ഈ തുച്ഛരായിട്ടുള്ള മനുഷ്യർക്കാണ് ദേവിയെ സിന്ദൂരം തൊടിപ്പിച്ചിട്ടും അതുപോലെ തന്നെ ദേവിക്ക് കളവക്കൂട്ട് കൊടുത്തിട്ടും ചമ്പക പുഷ്പം കൊടുത്തിട്ടും ഒക്കെ ദേവിയെ ആ സുഗന്ധപൂരിതമാക്കിയിട്ട് നമ്മൾക്ക് ആ സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് ദേവിയുടെ ശരീരം ദിവ്യഗന്ധം ഇങ്ങനെ ഏതു നേരത്തും അല്ലാൽ പരിലസിക്കുന്ന ശരീരമാണ്, വമിക്കുന്ന ശരീരമാണ് ദേവിയുടെ ശരീരം. അപ്പോ സുഗന്ധികളായിട്ടുള്ള ദിവ്യഗന്ധം കൊണ്ട് നിർമ്മിച്ച കുറിക്കൂട്ടുകള്, അല്ലെ?
ആ മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക എന്നുള്ള ആ നാമം ഓർത്ത് നോക്കൂ. ദേവിയുടെ മുഖത്തെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ്? മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ഓർക്കുന്നില്ലേ അർത്ഥം? ചന്ദ്രമണ്ഡലം പോലെ ഇരിക്കുന്ന മുഖത്തെ കളങ്കം പോലെ ഇരിക്കുന്ന മൃഗനാഭി വിശേഷകം. വിശേഷകം എന്ന് പറഞ്ഞാൽ പൊട്ട്. അതൊക്കെ ഓർക്കുന്നു. ആ പൊട്ട് തൊട്ടിരിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? മൃഗനാഭി കൊണ്ടാണ്. മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ്, കസ്തൂരി മാനാണ്. കസ്തൂരി മാന്റെ നാഭിയിലെ കസ്തൂരി എടുത്തിട്ടാണ് ദേവിക്ക് ദേവി തന്റെ ആ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തെ കളങ്കം, ചന്ദ്രബിംബത്തിലെ കളങ്കം ശോഭിക്കുന്നത് പോലെ ആ മൃഗനാഭി വിശേഷങ്ങൾ കൊണ്ട് ദേവിയെ കുടിതൊടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെയൊക്കെ ആ കസ്തൂരിയുടെയൊക്കെ മണം ഇങ്ങനെ വരും. അതുപോലെ ചന്ദനം, പച്ചകർപ്പൂരം, മൃഗനാഭി വിശേഷകം എന്ന് വെച്ചാൽ കസ്തൂരി, സുഗന്ധപുഷ്പങ്ങള്, ഇതൊക്കെ ദേവിയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതെല്ലാം കൊണ്ടും ശോഭിക്കുന്ന സുഗന്ധമാണ് ഇവിടെ. ദിവ്യഗന്ധാഢ്യ, വളരെ മനോഹരമായിട്ടുള്ള ദിവ്യ വസ്തുക്കളാലുള്ള ആ ഗന്ധം, ഇങ്ങനെ പരിപൂർണമായിട്ട് ശോഭിക്കുന്ന ആ ഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ ശരീരത്തിൽ നിന്നും. അതുകൊണ്ട് ദേവി ദിവ്യഗന്ധാഢ്യ, സുഗന്ധം കൊണ്ട് ആഢ്യയായവൾ എന്നാണ്. ഇനി 632 നാമം നോക്കാം. സിന്ദൂര തിലകാഞ്ചിത. അപ്പൊ ഇവിടെ ഏറ്റവും എളുപ്പത്തിലുള്ള അർത്ഥം അതാണ്. ദിവ്യഗന്ധാഢ്യം എന്ന് പറഞ്ഞാൽ ഈ കുസുമങ്ങളുടെയും കുറിക്കൂട്ടുകളുടെയൊക്കെ മണമാണ്. ഇവിടെ സിന്ദൂര തിലകാഞ്ചിത. അപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിന്ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുവന്ന നിറത്തിലുള്ള രക്തതിലകക്കൂട്ടിനെയാണ് സിന്ദൂരം എന്ന് പറയുന്നത്. ചുവന്ന നിറത്തിലുള്ള തിലകക്കൂട്ടിനെയാണ് സിന്ദൂരം എന്ന് പറയുന്നത്. അപ്പോ ഒന്ന് അത് കഴിഞ്ഞാൽ ഗോരോചനത്തിനെയും സിന്ദൂരം എന്ന് പറയും, ഓരോ അർത്ഥം എടുക്കുകയാണെങ്കിൽ. അപ്പോ തിലകം എന്ന് പറഞ്ഞാൽ കുറി, പൊട്ട എന്നൊക്കെ. സിന്ദൂര തിലക അഞ്ചിത. അഞ്ചിത എന്ന് പറഞ്ഞാൽ മനോഹരയായവൾ, ശോഭിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ സിന്ദൂര തിലകമണിഞ്ഞ് ശോഭിക്കുന്നവളായ ദേവിക്ക് നമസ്കാരം. സിന്ദൂര തിലകാഞ്ചിതായേ നമ എന്ന്. ശരിക്കും സിന്ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു നാമം കണ്ടു, സിന്ദൂരവ്രജ സേവിത. സിന്ദൂരം എന്ന് നീട്ടി പറയില്ല, സിന്ദൂരവ്രജ സേവിത. ദേവി സിന്ദൂരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിന്ദൂരം എന്ന് പറഞ്ഞാൽ ആന എന്നുള്ള അർത്ഥമുണ്ട്, സ്ത്രീ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ ഇവിടെ ആന എന്നെടുത്തു കഴിഞ്ഞാൽ ശ്രേഷ്ഠരായ, സിന്ദൂര വ്രജ സേവിത, ശ്രേഷ്ഠരായ ആനകളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി. നമുക്കറിയാം ദേവി യുദ്ധത്തിന് പോയപ്പോ ആനകൾ ഉണ്ടായിരുന്നു ദേവിയുടെ 4 പുറത്തും എന്നല്ല. അപ്പോ ഇനി തിലകം എന്നുള്ളതിന് ശരിക്കും അളകം, കുറുനിര എന്നുള്ള അർത്ഥമുണ്ട്. തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട എന്നല്ലാണ്ട് അളകം. നമ്മൾ കണ്ടു ദേവിയുടെ അളകത്തിന്റെ ഭംഗി കണ്ടു, കുറുനിരകളുടെ. അപ്പോ സിന്ദൂരം കൊണ്ടും, സിന്ദൂര തിലകാഞ്ചിത, സിന്ദൂരം കൊണ്ടും തിലകം കൊണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുനിരകൾ കൊണ്ടും ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവൾ എന്നും അർത്ഥം എടുക്കാം. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എടുത്താൽ മതി. സിന്ദൂര തിലകാഞ്ചിത എന്ന് പറഞ്ഞാൽ സിന്ദൂര പൊട്ട് തൊട്ട് ശോഭിക്കുന്ന തിലകങ്ങളൊക്കെ തൊട്ട് ശോഭിക്കുന്ന ആ ഭംഗിയുള്ള മുഖത്തോടു കൂടിയ ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം. 632 നാമം. ഇനി 633 നാമം ഉമാ. ദേവിയുടെ നാമം തന്നെയാണ് ഉമാ എന്നുള്ളത്. അപ്പോ ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതി ദേവി അല്ലെ, അതാണ് ഉമ. അപ്പൊ ഇങ്ങനെയാണ് ഉമ എന്നുള്ള പേര് ദേവിക്ക് കിട്ടിയത്. അതിന്റെ പിറകിൽ ഒരു കഥയുണ്ട്. ദേവി ഹിമവാന്റെയും മേനയുടെയും പുത്രിയായി ജനിച്ച് 5 വയസ്സായപ്പോൾ ശിവനെ ഭജിക്കാൻ തുടങ്ങി. ശിവനെ ഭജിക്കാൻ തുടങ്ങിയിട്ട് കാട്ടിലേക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കാട്ടിലേക്ക് പോവാണ് തപസ്സിരിക്കാൻ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നും. ശരിക്കും നടന്നു പോകാനുള്ള പ്രായമായ 5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ അമ്മ, മേന ബാലികയായിട്ടുള്ള നീ തപസ് ചെയ്യാൻ പോകരുത്, അരുതേ അരുതേ എന്നുള്ള അർത്ഥത്തില് ഊ എന്ന് പറഞ്ഞാൽ അല്ലയോ എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ മാ നിഷാദ എന്ന് കേട്ടില്ലേ, വേണ്ട, അരുതേ. അപ്പൊ കുട്ടിയെ വിളിച്ചിട്ട് എപ്പോഴും പറയും അല്ലയോ മാ, അല്ലയോ കുട്ടി നീ പോകരുതേ, അല്ലയോ കുട്ടി നീ പോകരുതേ, ഉമാ ഉമാ ഉമാ. എപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും മേന. അങ്ങനെ അത് പറഞ്ഞ് ദേവിയുടെ നാമമേ ഉമാ എന്നായിരുന്നു. എന്നാലും എപ്പോഴും ദേവി തപസ് ചെയ്യാൻ ഇറങ്ങി പോണം എന്ന് പറഞ്ഞ് തപസ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പൊ അത് കാളികാ പുരാണത്തിൽ പറയുന്നതാണ്. യദോ നിരസ്ത തപസേ വനം ഗന്തും തുമേനയാ ഉമേതി തേന സോമേതി നാമപ്രാപദാസതി. അപ്പൊ സതിക്ക് ഇങ്ങനെ നിരസ്ത തപസേ വനത്തിലേക്ക് പോകുന്ന എപ്പോഴും അത് ഉമേതി വിളിച്ചിട്ട് ചേരുന്ന കുട്ടിയെ എന്ന് അമ്മ പറഞ്ഞ് ഉമാ എന്ന നാമമായി എന്ന് കാളികാ പുരാണം വ്യക്തമായിട്ട് പറയുന്നു. അപ്പോ ഉമാ എന്നുള്ള നാമം അങ്ങനെയാണ് ദേവിക്ക് വന്നത്. ഇനി ഊ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമശിവൻ തന്നെയാണ്.
പരമശിവന്റെ ബീജാക്ഷരമാണ് ഉ. മാ എന്ന് പറഞ്ഞാലോ മഹാലക്ഷ്മിയുടെ ബീജാക്ഷരമാണ്. അപ്പോ പരമശിവന്റെ ലക്ഷ്മിയായവളാണ് ദേവി. അത് തന്നെയാണ് ഉമ. അപ്പോ പരമശിവന്റെ ലക്ഷ്മിയായവളാണ് ദേവി. വെളിപ്പേര് ഉമ എന്ന് വന്നുവെങ്കിലും ശരിക്കും ഉമ എന്ന് പറഞ്ഞാൽ പരമശിവന്റെ ലക്ഷ്മിയാണ് ദേവി. അതുപോലെ തന്നെ ഉമ എന്ന് പറഞ്ഞാൽ പ്രകാശം, കീർത്തി, ഉമങ്ക് എന്നൊക്കെ കേട്ടില്ലേ ഇവിടെ ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ. പ്രകാശം, കീർത്തി, ശാന്തി, അതുപോലെ മഞ്ഞളിനും പറയും ഉമ എന്ന്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒക്കെ എന്താണ് ഇതിന്റെ ഒക്കെ സ്വരൂപമായവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ഉമ എന്ന് പറയുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഉമ എന്നുള്ള നാമത്തിന്റെ ഉച്ചാരണം സർവപാപഹാരിയാണ്, സർവസിദ്ധിപ്രദായിനിയാണ്, മോക്ഷദായകമാണ്. ഉമ എന്നുള്ള നാമം വളരെ ശ്രേഷ്ഠമാണ് ദേവിയുടെ. സർവസിദ്ധിപ്രദായം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സർവപാപഹാരിയുമാണ്. അതുപോലെ തന്നെ കൈവല്യ പദത്തിലേക്ക് നയിക്കുന്ന ശക്തിയുള്ള നാമമാണ് ഉമ. ആ ഉമ എന്നുള്ള നാമം 633 നാമം. ഇനി 634 നാമം നോക്കാം. ശൈലേന്ദ്രതനയ. ശൈലേന്ദ്രതനയ എളുപ്പമുള്ള നാമാണ്. ശൈലേന്ദ്രൻ ആരാണ്? പർവ്വതരാജൻ. പർവ്വതരാജന്റെ ഹിമവാന്റെ പുത്രിയാണ്. അതുകൊണ്ട് ദേവിയെ ഗിരിജ എന്ന് പറയുന്നു, അഗജ എന്ന് പറയുന്നു, പാർവതി എന്ന് പറയുന്നു, ഹൈമവതി എന്ന് പറയുന്നു. അപ്പൊ ഹിമവാന്റെ പുത്രി ആയതുകൊണ്ട്, ഗിരിയുടെ പുത്രി ആയതുകൊണ്ട്, അഗത്തിന്റെ പർവ്വതത്തിന്റെ പുത്രി ആയതുകൊണ്ട് ഈ നാമങ്ങളൊക്കെ ദേവിക്കുണ്ട്. അപ്പോ ശരിക്കും ദക്ഷ പ്രജാപതിയുടെ പുത്രിയായി ജനിച്ച് ലോകമാതാവായ സതി ദക്ഷയാഗ വേദിയില് തന്റെ ദേഹത്യാഗം ചെയ്തതിനു ശേഷം ലോക കല്യാണാർത്ഥം വീണ്ടും ദേവി ഹിമവാന്റെ പുത്രിയായിട്ട് പുനർജനിക്കുകയാണ്. അതുകൊണ്ടാണ് ശൈലേന്ദ്രതനയായത് ദേവി. ശൈലപുത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവരാത്രികളില് നവദുർഗകളില് ഒരു ദുർഗയാണ് ആര്? ശൈലപുത്രി. ഇപ്പോ ശൈലേന്ദ്രതനയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശൈലേന്ദ്രതനയ എന്നുള്ള നാമത്തില് പ്രാർത്ഥിക്കുന്നു. ഇനി 635 നാമം ഗൗരി. അപ്പൊ ഗൗരി എന്നുള്ള നാമത്തിൽ ദേവി. ഗൗരവർണം എന്ന് പറഞ്ഞാൽ വെളുപ്പ് നിറമെന്നും അർത്ഥമുണ്ട്, സ്വർണവർണം എന്നും അർത്ഥമുണ്ട്. ഇതാണ് പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം. സിന്ദൂരവർണം എന്നും പറയും. അപ്പോ വെളുപ്പ് നിറം അല്ലെങ്കിൽ സ്വർണവർണം, ഇതാണ് ഗൗരവർണം എന്ന് പറഞ്ഞാൽ. അപ്പോ സ്വർണവർണം, മഞ്ഞ നിറം, വെളുപ്പ് എന്നൊക്കെയാണ് പറയുക. അപ്പോ ശരിക്കും പാർവതി ജനിച്ചപ്പോ കൃഷ്ണവർണ്ണയായിരുന്നു അത്ര, നല്ല കറുത്ത നിറമായിരുന്നു. ശിവനോ നല്ല ശുദ്ധമായിട്ടുള്ള വെളുപ്പാണ്, ശുദ്ധ സ്ഫടിക സങ്കാജ സ്വരൂപിയാണ്. അല്ലെ, നമ്മൾ കണ്ടതാണ് ആ കുങ്കുമവും ദേവിയും രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴുള്ള ആ വർണ്ണം നമ്മൾ കണ്ടതാണ്. അപ്പോ ആ പാർവതിയുടെ ശിവന്റെ ആ വെളുത്ത നിറവും ഇടയ്ക്ക് നല്ലോണം പ്രേമം വരുന്ന സമയത്ത് കാളി എന്ന് വിളിക്കത്രേ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ ദേവിയെ. അപ്പൊ ദേവിക്ക് തോന്നിയത് കളിയാക്കണം എന്നെ, ഈ വെളുത്തിരിക്കുന്ന ശിവൻ എന്നെ കളിയാക്കണമെന്ന് തോന്നിയിട്ട് ദേവി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ഇപ്പൊ സൃഷ്ടിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിനെ പറ്റുള്ളൂ. ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷമാക്കിയിട്ട് പറഞ്ഞു അത്രേ, എന്നെ എന്റെ ശരീരത്തിലെ ഈ കറുപ്പ് നിറം മാറ്റിയിട്ട് എനിക്ക് വെളുത്ത നിറമാവണം, അല്ലെങ്കിൽ സ്വർണ്ണവർണ്ണമാവണം, ഗൗരവർണ്ണമാവണം എന്ന്. അങ്ങനെ ബ്രഹ്മാവ് അതിനുള്ള വരം കൊടുത്തു. ദേവി ഒരു പാമ്പിന്റെ പടം പൊഴിക്കുന്നത് പോലെ തന്റെ ത്വക്ക് അങ്ങനെ പൊളിച്ചു കളയാണ്, കോശങ്ങള് മാറ്റിക്കളയാണ്, എന്നിട്ട് സ്വർണ്ണവർണ്ണമായി മാറുകയാണ്. അപ്പൊ ഇവിടെ ഒരു പാമ്പ് തൊലിയൊരിക്കുന്നത് പോലെ ദേവി തന്റെ കോശം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ദേവി മഹാത്മ്യത്തില്. എന്നിട്ടോ അതിൽ നിന്നും ഉണ്ടായ രൂപമാണ്. അപ്പൊ ഇത് എവിടുത്തെ കാര്യമാണ് പറയുന്നത്? കൗശികി ദേവിയുടെ ആവിർഭാവം ദേവി മഹാത്മ്യത്തില്. അപ്പൊ ശുംഭനെയും നിശുംഭനെയും വധിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ നമ്മൾ ഈ കഥ പറഞ്ഞു എന്ന് മാത്രം. ദേവി തന്റെ ശരീരത്തിന്റെ കോശത്തിൽ നിന്നും നിർമ്മിക്കുന്ന ദേവനാണ്. അവിടെ വെളുപ്പാവണം കറുപ്പാവണം എന്നൊന്നും പറയുന്നില്ല, അതിന്റെ കൂടെ പറയുന്ന ഒരു കഥയാണ്. പക്ഷെ തന്റെ കോശം പൊഴിച്ച് ആ കോശത്തിൽ നിന്നും നിർമ്മിച്ചെടുത്ത കൗശികി എന്നുള്ള ദേവിയാണ് ശുംഭ നിശുംഭ വധം ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട് നടത്തുന്നത്. അപ്പോ ഗൗരി വർണ്ണമായിരുന്നു ദേവിയുടെ. അത് ഗൗരവർണ്ണം ആവുന്നതിന് മുന്നേ ദേവി കാളിയായിരുന്നു, പിന്നെ ദേവി ഗൗരവർണ്ണമുള്ള ആളായി. അതുകൊണ്ട് ദേവിയെ ഗൗരി എന്ന നാമത്തില് അറിയപ്പെടുന്നു. അപ്പോൾ ഗൗരവർണ്ണമുള്ളവൾ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ളവൾ, സ്വർണ്ണ നിറമുള്ളവൾ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം ഗൗരി. ഇനി 636 നാമം ഗന്ധർവ സേവിത. ഗന്ധർവ സേവിത, അപ്പം ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ. നമ്മൾ നേരത്തെ കണ്ടു ദേവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോ ഇവിടെ ഗന്ധർവന്മാർ. അപ്പൊ ഗന്ധർവന്മാർ എന്താണ്? ദേവന്മാരുടെ ഒരു ഗണത്തിലാണ്. യക്ഷ കിന്നര ഗന്ധർവ സിദ്ധ വിദ്യാധര സ്തവ എന്ന് പറയുന്നുണ്ട്. നമ്മള് ഗണേശനെ സ്തുതിക്കുന്ന ശ്ലോകത്തിൽ, വന്ദന ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, ഇവരൊക്കെ
ദേവവർഗത്തിൽപ്പെട്ടവരാണ്. അതിലെ വളരെ ഗംഭീരന്മാരാണ്, നന്നായി പാടാൻ കഴിയുന്ന ആളുകളാണ് ഗന്ധർവൻ എന്ന് പറയുന്നവര്. ആ ദേവഗണങ്ങളാൽ, ഗന്ധർവന്മാരാൽ അങ്ങനെ പാട്ടുപാടിയിട്ട് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയാണ്, സേവിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ഗന്ധർവ സേവിത എന്ന് പറയുന്നു. ഇനി ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ ഗാനഗന്ധർവൻ, യേശുദാസിനെ പറയും ഇല്ലേ, ഗായകൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഗായകന്മാരാൽ സ്തോത്ര രൂപത്തിൽ ഗാനങ്ങളാൽ ആരാധിക്കപ്പെടുന്നു ദേവിയൊക്കെ. ഇപ്പൊ മുത്തുസ്വാമി ദീക്ഷിതരും അതുപോലെ തന്നെ ത്യാഗരാജ സ്വാമികളും ത്രിമൂർത്തി ത്രയങ്ങള് എത്ര കേമമായിട്ടാണ് സ്തുതികളെ രചിച്ച് ദേവിയെ പ്രാർത്ഥിച്ചിട്ടുള്ളതും ആലപിച്ചിട്ടുള്ളതും. ഇന്നും എത്രയോ ഗായകന്മാര് സാധന ചെയ്യുന്നു മൂകാംബികയിലൊക്കെ പോയിട്ട്. അപ്പോ ഗന്ധർവന്മാരാൽ, ഗായകന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൾ, അതുകൊണ്ട് ഗന്ധർവ സേവിത എന്ന നാമം. ഇനി ഗാന്ധർവ വേദം എന്ന് പറഞ്ഞിട്ട്, വേദം തന്നെ സംഗീതത്തില് അധിഷ്ഠിതമാണ്. അതുപോലെ തന്നെ ഗാന്ധർവ വേദം, സംഗീതത്തിന്റെ ശാസ്ത്രമായിട്ട് ഗാന്ധർവ വേദം എന്നുള്ള ഒരു വേദമുണ്ട്. ആ വേദങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ഗന്ധർവ സേവിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ഗന്ധർവ സേവിത. ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം നമുക്ക്. ത്ര്യക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവ സേവിത. ഇനി നമുക്ക് 127 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വിശ്വഗർഭ സ്വർണഗർഭ അവരദാവാഗതീശ്വരി. ചൊല്ലുമ്പോ അവരതാന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല, കൂട്ടി ചൊല്ലിയാൽ മതി. വിശ്വഗർഭ സ്വർണഗർഭ അവരദാവാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ. പക്ഷെ നാമങ്ങള് നമ്മള് തിരിച്ചെടുക്കുമ്പോൾ വിശ്വഗർഭ എന്നുള്ളൊരു നാമാണ്, സ്വർണഗർഭ എന്നുള്ള നാമാണ്, അവരദ എന്നുള്ള നാമമാണ്. ഇവിടെ വരദ എന്നുള്ള നാമം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവരദ എന്നുള്ള നാമമാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ വാഗതീശ്വരി എന്ന നാമം, ധ്യാനഗമ്യ എന്നുള്ള നാമം, അപരിച്ഛേദ്യ എന്നുള്ള നാമം. ധ്യാനഗമ്യ അപരിച്ഛേദ്യ, ധ്യാനഗമ്യ അപരിച്ഛേദ്യ എന്ന് പറയുമ്പോൾ ആ അവിടെ വരണം, മാറ്റിയിട്ട് ആ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടെ വരണം ആ എന്നുള്ളത്. ജ്ഞാനദ ജ്ഞാന വിഗ്രഹ. ഇങ്ങനെ 127 ശ്ലോകത്തിലെ 1, 2, 3, 4, 5, 6, 7, 8 നാമങ്ങളാണുള്ളത്. ഓരോ നാമങ്ങളായി നോക്കാം. 637 നാമം വിശ്വഗർഭ. അപ്പൊ നമുക്കറിയാം വിശ്വത്തെ ഗർഭത്തിൽ ധരിച്ചവളാണ്. നമ്മളിപ്പോ ബ്രഹ്മാണ്ടം തന്നെ ദേവിയുടെ ലീലയാണ് എന്ന് കണ്ടു. അപ്പോ ദേവി ദൃശ്യാദൃശ്യ ദേവി ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും നായികയാണ് അല്ലെ. ശരിക്കും അന്നപൂർണേശ്വരി സ്തോത്രത്തില് അത് പറയുന്നുണ്ട്. അപ്പോ ദേവി തന്നെയാണ് ഈ ബ്രഹ്മാണ്ടം. ദേവിയുടെ ഉള്ളിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഇരിക്കുന്നത്. ഈ ജഗത്ത് മുഴുവൻ ദേവിയുടെ അകത്താണ്, ഒന്നും പുറത്തല്ല. അതുകൊണ്ട് ദേവി വിശ്വത്തെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. എല്ലാം ദേവിയുടെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ, ഈ സ്ഥൂല പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ അകത്ത് ധരിച്ചിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വിശ്വഗർഭ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ അടുത്ത നാമം ഇതോട് തന്നെ ബന്ധപ്പെട്ടതാണ്. 638 നാമം സ്വർണഗർഭ. സ്വർണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിരണ്യം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ നമ്മള് ഭാഗവതത്തിലൊക്കെ കണ്ടാണ്, നാരായണീയത്തിലും കണ്ടാണ് ഹിരണ്യഗർഭൻ അല്ലെ. അപ്പൊ ഇവിടെ ഹിരണ്യഗർഭൻ ബ്രഹ്മദേവനും ആവാം, വിഷ്ണുദേവനും ആവാം. ബ്രഹ്മദേവനെയാണ് ശരിക്കും പറയുന്ന ഹിരണ്യഗർഭൻ. അപ്പോ ആ ഹിരണ്യഗർഭൻ, സ്വർണഗർഭൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിൽ ധരിച്ചവനാണ് ഹിരണ്യഗർഭൻ അല്ലെ. ആ ഹിരണ്യ ഗർഭന്റെ തന്നെ സ്വരൂപമാണ് ദേവി. ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി വിഷ്ണു സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി സ്വർണഗർഭ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ശരിക്കും സൂക്ഷ്മ ശരീരസ്ഥമായ ആത്മാവാണ് ആര്? ഹിരണ്യഗർഭൻ. നമുക്ക് ഏറ്റവും സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മത്തിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ആ സൂക്ഷ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് ആ സൂക്ഷ്മം എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് എല്ലാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്, ഒരു വലിയ സാധനത്തിനുള്ളിലാണ് ചെറിയ സാധനം ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അതുപോലെയല്ല ഇവിടെ. ആ ഒരു കണത്തിനകത്താണ് നമ്മൾ ആറ്റോമിക് എനർജി ഒക്കെ, ആറ്റത്തെ നമ്മൾ ബോംബ് ഇടുമ്പോഴൊക്കെ എങ്ങനെ പറ്റുന്നത്, ആ ഒരു കണത്തിനകത്തുള്ള എനർജിയാണ് ഒരുപാട് കണങ്ങളായി മാറിയിട്ട് ഭയങ്കര ഭീമാകാരമായിട്ടുള്ള, വളരെ നാശം വരുത്തുന്ന ആറ്റോമിക് എനർജിയായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ആ കണങ്ങളിലും എത്രയോ താഴത്താണ് ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്. അപ്പോ സൂക്ഷ്മമാണത്. ആ സൂക്ഷ്മ ശരീരത്തിന്റെ
ആത്മാവാണ്, ആ സൂക്ഷ്മ ശരീരസ്ഥനായ ആത്മാവാണ് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സ്വർണഗർഭൻ. അത് തന്നെയാണ് ദേവി. അതുകൊണ്ട് അതിൽ നിന്നാണ് എല്ലാം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അത് തന്റെ ഉള്ളിൽ അങ്ങനെ ആ ഗർഭാവസ്ഥയിൽ വെക്കുകയാണ് ഈ ബ്രഹ്മാണ്ടം ദേവി. അതുകൊണ്ട് ദേവി സ്വർണഗർഭ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ഈ സൂക്ഷ്മ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിൽ ധരിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവി സ്വർണഗർഭ എന്ന് പറയുന്നു. ഇപ്പോ സ്വർണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അനന്തമായ തേജസ്സിനെ കാണിക്കുന്നതാണ് സ്വർണം. അപ്പൊ ദേവി എന്താണ്? അനന്തമായ തേജസ് തന്നെയാണ്. ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തേജസ് തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവി സ്വർണഗർഭ എന്ന പേരിൽ. ഇനി 639 നാമം അവരത. വരദ എന്നല്ല, ഇവിടെ അവരത എന്നുള്ള നാമമാണ്. വരൻ എന്നാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം, അല്ലെ? അപ്പോ അവരൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ശരിക്കും വരദ എന്ന് പറഞ്ഞാൽ വരം കൊടുക്കുന്നവൾ, വരദായിനി. അപ്പൊ അവരദ എന്ന് പറഞ്ഞാൽ വരം കൊടുക്കാത്തവൾ. അങ്ങനെയല്ല, അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ വരരുത്. ഇവിടെ അവരദ എന്ന് പറഞ്ഞാൽ വരൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ വരൻ ശ്രേഷ്ഠനാണ്, അവരൻ എന്ന് പറഞ്ഞാൽ നീചനാണ്, ദുഷ്ടനാണ്. അപ്പൊ ഈ ദേവി ആരാണ്? അവരത. ദാ എന്ന് പറഞ്ഞാൽ ശരിക്കും ദ്യതി എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നാണ്. ദ്യതി എന്ന് പറഞ്ഞാൽ ഖണ്ഡയതി, നശിപ്പിക്കുന്നവള്, മുറിക്കുന്നവള്, നിഗ്രഹിക്കുന്നവള് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ആരെയാണ്? അവരനെ. അവരൻ എന്ന് പറഞ്ഞാൽ നീചനെ, ദുഷ്ടനെ, അസുരനെ, അതുപോലെ തന്നെ നീചരായ മനുഷ്യരെ, അതുപോലെ തന്നെ നീച ചിന്തകളെ, ഇതിനൊക്കെ നശിപ്പിക്കുന്നവളാണ്, നിഗ്രഹിക്കുന്നവളാണ്. ദ്യതി, ഖണ്ഡതി, മുറിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി അവരത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ശരിക്കും ഇനി അവരത എന്നുള്ള നാമത്തിനെ വേറൊരു തരത്തിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഇങ്ങനെ രഥം എന്നാണ് നമ്മൾ നേരത്തെ ഒരു നാമത്തിലെ ദേവിയുടെ സ്ഥൂലസ്വരൂപ വർണ്ണനയിൽ കണ്ടു. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ദേവിയുടെ പല്ലുകള് ഉജ്ജ്വലമാണ്, ശുദ്ധ വിദ്യാങ്കുരാകാരങ്ങളാണ്, അല്ലെ? അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പോ അങ്ങനത്തെ ഉജ്ജ്വലമായിട്ടുള്ള ദന്ത ദ്വിജം എന്ന് പറഞ്ഞാൽ പല്ലിനുള്ള പേരാണ്. ദ്വിജം എന്ന് പറഞ്ഞാൽ രണ്ടാമതുണ്ടാവുന്നത്. ആദ്യമുള്ള പല്ലുകൾ പൊഴിഞ്ഞു പോവും, ശാശ്വതമായ പല്ലുകൾ രണ്ടാമത് വരുന്നതാണ്. ആ ദ്വിജപംക്തി ദ്വയോജ്വല, രണ്ട് ദ്വിജപംക്തികളാണുള്ളത്. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ വീണ്ടും ഉണ്ട് നമ്മള് ശ്രീവിദ്യാ മന്ത്രത്തൊക്കെ ഘടിപ്പിക്കുമ്പോൾ. അതുപോലെ തന്നെ നവവിദ്രുമ ബിംബശ്രീ ഞക്കാരി രതനച്ഛത എന്ന് നമ്മൾ കണ്ടു. അപ്പൊ രതനച്ഛത, രതനം എന്നുള്ളത് അവിടെയും കണ്ടു നമ്മൾ. പിന്നെ നവവിദ്രുമ ബിംബം, നവവിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റാണ്, ബിംബം എന്ന് പറഞ്ഞാൽ ബിംബ തൊണ്ടിപ്പഴമാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. പുതിയ പവിഴപ്പുറ്റ് പോലെ, അതുപോലെ തൊണ്ടിപ്പഴം പോലെയൊക്കെയുള്ള ആ ചുണ്ടുകളെയാണ്. രതനം എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല്. പല്ലുകളെ ഛാദനം ചെയ്യുക, മറയ്ക്കുക. പല്ലുകളെ മറയ്ക്കുന്നത് എന്താണ്? ചുണ്ടുകളാണ്. എപ്പോഴും ഇങ്ങനെ പല്ല് എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ എന്തൊരു വൃത്തികേടാ. അപ്പൊ അതിനെ മറച്ചു വെക്കുന്നത്, ഛാദനം ചെയ്യുന്നത് ചുണ്ടുകളാണ്. ആ ചുണ്ടുകളുടെ ഭംഗിയാണ്. രതനത്തെ ഛാദനം ചെയ്യുന്ന, പല്ലിനെ മറയ്ക്കുന്ന ചുണ്ടുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നവവിദ്രുമ ബിംബശ്രീ ഞക്കാരി രതനച്ഛത എന്ന്. ഞക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ ധിക്കരിക്കുക, അതിനെയൊക്കെ കംപ്ലീറ്റ് ഈ പഴപ്പുറ്റിനെയും ബിംബപഴത്തിനെയൊക്കെ കംപ്ലീറ്റ് നിഷ്പ്രഭമാക്കുന്ന ഭംഗിയുള്ള പല്ലാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അവരത എന്നുള്ളത്, അവം എന്നുള്ളത് കാന്തി എന്നുള്ള അർത്ഥമാണ്. സംസ്കൃതത്തില് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവരത എന്നുള്ളത് നമ്മൾ മുറിക്കുമ്പോൾ അവം എന്ന് പറഞ്ഞാൽ കാന്തി എന്നും, രഥം എന്ന് പറഞ്ഞാൽ പല്ലുകൾ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ കാന്തിയേറിയ പല്ലുകളോട് കൂടിയവൾ എന്ന അർത്ഥമായി മാറും. ഇപ്പൊ ഇവിടെ രണ്ടർത്ഥവും എടുക്കാം. നമുക്ക് ആദ്യത്തെ അർത്ഥം എടുത്താൽ മതി, പെട്ടെന്ന് അത് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. വരൻ ശ്രേഷ്ഠനാണ്. അവരതൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടനാണ്, ദുഷ്ട നിഗ്രഹം ചെയ്യുന്നവളാണ് ദേവി. അവരത എന്ന് പറയാം. അങ്ങനെ 639 നാമം. 640 നാമം വാഗധീശ്വരി. വാക്കിന് അധീശ്വരിയായവൾ ദേവി. വൈഖരി രൂപത്തില് വാഗ്ദേവതയായിരിക്കുകയാണ് ദേവി. നമ്മൾ കണ്ടു പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, ഈ 4 കണ്ടു. അത് കഴിഞ്ഞ് ഈ പരയുടെ വാക്ക് ഉത്ഭവിക്കുന്നതിന് മുന്നേയുള്ള 9 തലങ്ങള്, മനോന്മനി എന്നുള്ള നാമം പഠിച്ചപ്പോ ഉന്മനീ ഭാവത്തിൽ വരെ നമ്മൾ എത്തി. അപ്പോ പരയ്ക്കും എത്രയോ പിറകിലാണ് ശബ്ദത്തിന്റെ ആസ്ഥാനം തുടങ്ങുന്നത്, അല്ലെ? പക്ഷെ പര എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനമാണ് നമ്മുടെ ശബ്ദത്തിന്റെ. പരയിൽ നിന്നും പശ്യന്തിയായി മാറും, മുളയ്ക്കാൻ തുടങ്ങുന്ന അങ്കുരമായി മാറും. മധ്യമ എന്ന് പറയുമ്പോഴേക്കും അത് വിടർന്ന് വലുതാവാൻ തുടങ്ങും. വൈഖരി ആവുമ്പോഴേക്കും കണ്ടത്തിലെത്തും, ശബ്ദമായി മാറും. അതാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് വൈഖരിനാദമാണ്. ആ വൈഖരിനാദം വാഗ്ദേവതയാണ്. അതുകൊണ്ട് തന്നെ വാഗധീശ്വരി, വാക്കിന് അധീശ്വരിയായാണ്. സർവഭാഷകളും വാക്കായിട്ട് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ ശബ്ദങ്ങൾക്കും അധീനയാണ് ദേവി, അധീശ്വരിയാണ് ദേവി, ഈശ്വരിയാണ് ദേവി.
അതുകൊണ്ട് ദേവിയെ വാഗ്ദേവത, വാഗതീശ്വരി എന്ന് പറയുന്നു. സാഹിത്യം, സംഗീതം, കല, ജ്ഞാനം, ഇതെല്ലാം ഇങ്ങനെ വാക്കായി വർത്തിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ വാഗതീശ്വരി എന്ന് പറയുന്നു. അപ്പോ പരാപശ്യന്തിയിലൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റില്ല, മധ്യമയിലും കേൾക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ഠസ്ഥാനത്തെത്തിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു, അല്ലെ? പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അത് നമ്മുടെ ആ പ്രോസസ്സായി. അപ്പൊ അത് എത്രയോ തലങ്ങളിൽ നിന്നാണ് അത് വരുന്നത്. ആ ഉന്മനി മുതൽ വൈഖരി വരെ ഇരിക്കുന്ന എല്ലാ ശബ്ദ സ്രോതസ്സുകളും ദേവി തന്നെയാണ്. വാഗതീശ്വരിയാണ് ദേവി. ഇനി 641 നാമം ധ്യാനഗമ്യ. ഗമ്യ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവള്. ശരിക്കും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, പഞ്ചേന്ദ്രിയങ്ങള്, ഈ 5 സാധനങ്ങൾ കൂടെയാണ് നമ്മളെല്ലാം അറിയുന്നത്. ഇതുകൊണ്ടൊന്നും ദേവിയെ അറിയാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. ധ്യാനം കൊണ്ട് മാത്രമേ ദേവിയെ അറിയാൻ പാട്ടുള്ളൂ. അതുകൊണ്ട് ദേവി ധ്യാനഗമ്യ എന്ന് പറയുന്നു. ഇനി ധ്യാനം എന്താണ്? ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ച്, മെഡിറ്റേഷനിൽ ഇരിക്കുക എന്നൊക്കെ പറയും നമ്മള്. ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ച് ചിന്തിക്കുന്ന, ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അൺഇൻറപ്റ്റഡ് ഫ്ലോ ഓഫ് അവയർനെസ് ആണ്. എന്ത് എന്ത് ആ അവയർനെസ് ഉറങ്ങിപ്പോവാൻ പാടില്ല. ഇപ്പൊ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അവയർനെസ് പോകും. അപ്പൊ അൺഇൻറപ്റ്റഡ് ഫ്ലോ ഓഫ് അവയർനെസ് ടു ദ ഒബ്ജക്ട് വിച്ച് യു വാണ്ട് ടു സീ, ഫോക്കസ്. അതാണ്. എന്തിനെ നമ്മൾ ചന്ദ്രമണ്ഡലത്തിൽ ഇരിക്കുന്ന ദേവീ രൂപത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് തന്നെ സൂര്യമണ്ഡലത്തിലിരിക്കുന്ന വിഷ്ണു രൂപമാണ് കാണുന്നെങ്കിൽ അത് മനസ്സിൽ അത് മാത്രമേ പാടുള്ളൂ. അപ്പൊ അതിന് ശരിക്കും പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗസൂത്രം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യമം, നിയമം. ആദ്യം യമനിയമങ്ങളെ പാലിക്കണം. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാര നിഹാരാദികളൊക്കെ ശരിയായിരിക്കണം. അത് കഴിഞ്ഞ് നിയമങ്ങൾ ഉണ്ടാവണം. എന്ത് ചെയ്യണം, എന്ത് പറയണം, സത്യമേ പറയാവൂ, കഴിക്കുന്ന ശുദ്ധ സാത്വിക ഭക്ഷണമേ പാടുള്ളൂ. അങ്ങനെ യമനിയമങ്ങളെല്ലാം പാലിക്കണം. ആദ്യത്തെ യമമാണ്, രണ്ടാമത്തെ നിയമമാണ്, മൂന്നാമത്തെ ആസനമാണ്. അനങ്ങാതെ അരമണിക്കൂർ നേരമെങ്കിലും ഏത് പരിസ്ഥിതിയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോ, ശരീരത്തിന് അനക്കമില്ലാതെ അരമണിക്കൂർ ഇരിക്കാൻ പറ്റണം. അപ്പോഴാണ് ആ ആസനമാണ് അടുത്തത്. പ്രാണായാമം. പിന്നെ നമ്മളുടെ ഇടാപിംഗള നാഡികളെ ഊർജ്ജസ്വലമാക്കിയിട്ട് അങ്ങനെ ശ്വാസത്തെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ കൊണ്ടുവന്ന് ഏറ്റവും പതുക്കെ ശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രാണനെ അങ്ങനെ എത്തിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് ശ്വാസം ബന്ദ് ചെയ്യുമ്പോഴാണ് സുഷുമ്നയിലൂടെ ആ ഇടപിംഗള നാഡികളെ നമ്മൾ ബന്ദ് ചെയ്യുമ്പോഴാണ് സുഷുമ്നയിലൂടെ ദേവി, ആ പരാശക്തി കുണ്ടലിനി രൂപത്തില് പ്രായണം തുടങ്ങുന്നത്. അപ്പോ അടുത്താണ് പ്രാണായാമം. അഞ്ചാമത്തെ പ്രത്യാഹാരം എന്ന് പറയുന്നത്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ വിത്ഡ്രോവൽ. പ്രാണായാമം കഴിഞ്ഞ് അങ്ങനെ മിനിമം നമ്മളുടെ ശ്വാസവുമായിട്ട് നമ്മൾ ഇരിക്കുക. ശ്വസിക്കാൻ ഇങ്ങനെ കൈ വെച്ചാൽ അറിയാൻ പറ്റില്ല. ആ അവസ്ഥയിൽ നമ്മൾ എത്തുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. എല്ലാം വിഡ്രോവൽ ഓഫ് സെൻസസ്. അത് കഴിഞ്ഞാൽ ധാരണ. ധാരണ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ധാരണ ഇല്ല കേട്ടോ, അത് തന്നെയാണ് ധാരണ എന്ന് പറഞ്ഞാൽ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കോൺസെൻട്രേഷൻ. ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ഫോക്കസ്. അത് കഴിഞ്ഞാൽ ഈ പ്രത്യാഹാരം കഴിഞ്ഞാൽ, വിഡ്രോവൽ കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ വസ്തുവിൽ നമ്മള് ദേവിയാണോ ധ്യാനിക്കുന്നത്, ബ്രഹ്മാവിനെയാണോ ധ്യാനിക്കുന്നത്, വിഷ്ണുവിനെയാണോ, ശിവനെയാണോ, പത്മത്തെയാണോ, എന്തിനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത്, അത് മാത്രമേ പിന്നെ നമ്മൾ കാണുള്ളൂ. അത് കാണണമെങ്കിൽ യമം വേണം, നിയമം വേണം, ആസനം വേണം, പ്രാണായാമം വേണം, പ്രത്യാഹാരം വേണം. എങ്കിലാണ് ധാരണയിലെത്തുള്ളൂ. അങ്ങനെ ധാരണയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് പോകും. അവിടെയാണ് മെഡിറ്റേറ്റീവ് മൈൻഡായി മാറുന്നത്. ഇങ്ങനെ ആ മെഡിറ്റേറ്റീവ് മൈൻഡിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമ്മൾ സമാധിയിൽ പോകും. ആ സമാധിയിലാണ് ആ പീയൂഷധാര ശരീരത്തിലൂടെ വരുന്നത്. ഇത് പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗ സൂത്രത്തിലുള്ള വിവരണങ്ങളാണ്. ഇതൊക്കെ ധാരാളം ഏത് യോഗ ക്ലാസ്സിൽ പോയാലും എഴുതി വെച്ചിട്ടുണ്ടാവും. കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കണം. അതാണ് ധ്യാനഗമ്യ. അപ്പൊ ധ്യാനം കൊണ്ട് മാത്രം ഗമിക്കപ്പെടുന്നവളാണ്, അറിയപ്പെടാൻ യോഗ്യതയുള്ളവളാണ്. ചിത്തവൃത്തി കൊണ്ട് ഒരിക്കലും ദേവിയുടെ ആ കൈവല്യ സ്വരൂപം നമുക്ക് കാണാൻ പറ്റില്ല. സമാധി അവസ്ഥയിൽ ദേവീ ദർശനം അനുഭൂതിയായി തീരുന്നു. ആ അനുഭൂതി നമ്മൾക്കുണ്ടാവട്ടെ എന്ന് കരുതി പറഞ്ഞുകൊണ്ട് ധ്യാനഗമ്യ എന്നുള്ള 641 നാമത്തില് ഇന്ന് നമുക്ക് ഇവിടെ പരിസമാപിക്കാം ഈ സെഷൻ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.